പ്രവൃത്തിയുടെ പുസ്തകം 9-ാമത്തെ അധ്യായം നാം വായിച്ച 5-ാമത്തെ വാക്യത്തിനകത്ത് ഒരു ചോദ്യമാണ് കിടക്കുന്നത്. നീ ആരാകുന്നു കർത്താവേ എന്ന് ചോദിക്കുക. നീ ആരാകുന്നു കർത്താവേ? ചോദ്യകർത്താവ് പൗലോസ് എന്ന് പറയുന്നൊരു മനുഷ്യനാണ്. എന്നാൽ ചോദ്യത്തിന് മറുപടി പറയുന്നത് സാക്ഷാൽ ജീവനുള്ള സർവശക്തനായ ദൈവമാണ് ചോദ്യത്തിൻ്റെ മറുപടി പറയുന്നത്. ആവർത്തിക്കട്ടെ, ചോദ്യകർത്താവ് ചോദ്യം ചോദിക്കുന്നത് ഭൂമിയുടെ പരപ്പിൽ നിന്നാണ്. മറുപടി ഭൂമിയിൽ നിന്നല്ല, മറുപടി ഉയരത്തിൽ നിന്ന്, സ്വർഗത്തിൽ നിന്ന് വെളിപ്പെട്ട് വരികയാണ്. അപ്പോൾ ഭൂമിയുടെ പരപ്പിൽ നിന്ന് ഒരു മനുഷ്യൻ ദൈവത്തെ അന്വേഷിക്കാൻ ആഗ്രഹിച്ചാൽ സ്വർഗത്തിലിരിക്കുന്ന ദൈവം അവന് മറുപടി കൊടുക്കാൻ സർവശക്തനായ ദൈവമാണ്. ഇന്ന് രാത്രിയിൽ ഞാൻ ആ വാക്യത്തെ കരം വെച്ച് വിശ്വസിച്ച് പറയുക, ദൈവത്തെ അന്വേഷിച്ച് നാം എവിടെങ്കിലും പോകേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ വീട് എത്ര ചെറിയ വീടാണെങ്കിലും, നിങ്ങളുടെ സാഹചര്യം എത്ര ചെറിയ സാഹചര്യമാണെങ്കിലും, ഇരിക്കുന്ന സ്ഥലത്തിൽ ഇരുന്നു കൊണ്ട് ദൈവമേ നീ ആര്, ജീവനുള്ള ദൈവം ആരെന്ന് ചോദിച്ചാൽ അവൻ ഇരിക്കുന്ന കൊച്ചു കൂടാരത്തിലേക്ക് ഇറങ്ങി വരുന്നവൻ്റെ പേരാണ് സർവശക്തനായ ദൈവം എന്ന് പറയുന്നത്. സ്തോത്രം. ഈ വാക്യത്തിനകത്ത് പൗലോസ് ചോദിക്കുകയാണ്, നീ ആരാകുന്നു കർത്താവേ എന്ന് ചോദിക്കുക. മറുപടി, നീ ഉപദ്രവിക്കുന്ന യേശു ആകുന്നു ഞാൻ. എനിക്ക് ആ വാക്യത്തോട് ഭയങ്കര ഇഷ്ടമാണ്. എന്താണെന്ന് ചോദിച്ചാൽ, ഈ മറുപടി പറയുന്നവൻ സാക്ഷാൽ സർവശക്തനായ ദൈവമാണെന്ന് ഞാൻ പറഞ്ഞു. അനവധി മറുപടികൾ കർത്താവിന് ഈ വിഷയത്തുള്ള ബന്ധത്തിൽ പറയാനുണ്ട്. നീ ആരാകുന്നു കർത്താവേ എന്ന് ചോദിച്ചാൽ ഒത്തിരി ഉത്തരങ്ങൾ യേശുവിന് പറയാനുണ്ട്. ഒരുപക്ഷെ എൻ്റെ ഒരു പ്രസംഗ ഭാഷയിൽ പറഞ്ഞാൽ, ഈ ചോദ്യം ചോദിക്കുന്ന താഴെ നിലത്ത് കിടക്കുന്ന പൗലോസ് എന്ന് പറയുന്ന മനുഷ്യനോട് ദൈവം പറയുന്നു, ഞാൻ ആരാകുന്നു എന്നാണോ നീ ചോദിച്ചത്? മറുപടി ഞാൻ പറയാം. ആമേൻ. നീ കേട്ടിട്ടുണ്ടോ, കാനാവിലൊരു കല്യാണ വീടുണ്ടായിരുന്നു. ആ കല്യാണ വീടിനകത്ത് വീഞ്ഞ് തീർന്നു പോയി. പക്ഷേ തീർന്നു പോയ വീഞ്ഞിൻ്റെ നടുവിൽ നിന്നും ഇതാ പച്ചവെള്ളത്തിൽ നിന്ന് വീഞ്ഞ് പുറത്തെടുത്തൊരു അത്ഭുതം നീ കേട്ടിട്ടുണ്ടോ? ആ വീഞ്ഞ് പുറത്തെടുത്ത നാഥനാകുന്നു ഞാൻ. വേണമെങ്കിൽ യേശുവിന് പറയാം, പക്ഷേ യേശു പറഞ്ഞില്ല. നീ ആരാകുന്നു കർത്താവേ? മറുപടി, 10 കുഷ്ഠരോഗികൾ ഒരിക്കൽ എൻ്റെ അടുക്കൽ വന്നു. ആരും തൊടാത്ത വിഷയമാണ്. കുഷ്ഠരോഗത്തെ ഒരു മനുഷ്യന് തൊടാൻ കഴിയില്ല, അറച്ചു പോകുന്ന വിഷയമാണ്. എന്നാൽ പൗലോസേ, ആ 10 കുഷ്ഠരോഗികളെയും ഞാൻ വാക്കുകൊണ്ട് സൗഖ്യമാക്കി. അങ്ങനെ സൗഖ്യമാക്കിയ സാക്ഷാൽ ജീവനുള്ളൊരു ദൈവമാകുന്നു ഞാൻ. യേശുവിന് പറയാം, പക്ഷേ യേശു പറഞ്ഞില്ല. നീ കേട്ടിട്ടുണ്ടോ പൗലോസേ, ഒരിക്കൽ ഒരു മനുഷ്യനുണ്ടായിരുന്നു, പേര് ലാസർ എന്നാണ്. മരിച്ചു കേട്ടോ. കല്ലറയ്ക്കകത്ത് ഒതുക്കി വെച്ചു അവനെ. നാറ്റം ഭമിച്ചു 4 ദിവസമായി. എന്നാൽ ആ കല്ലറയുടെ മുമ്പേ ചെന്ന് ആ കല്ലിനെ ഞാൻ ഉരുട്ടി മാറ്റി. നാറ്റം ഭമിച്ച് 4 ദിവസം മരിച്ചു കിടന്ന ലാസറിനെ ഞാൻ പുറത്തു കൊണ്ടുവന്നു. ആ മനുഷ്യനെ ജീവിപ്പിച്ച സാക്ഷാൽ സർവശക്തനായ ദൈവമാകുന്നു ഞാൻ. വേണമെങ്കിൽ യേശുവിന് പറയാം, പക്ഷേ യേശു പറഞ്ഞിട്ടില്ല. അർത്ഥം, അനവധി അത്ഭുതങ്ങളുടെ കൂട്ടങ്ങൾ പറഞ്ഞ് തന്നെ പറഞ്ഞ് പരിചയപ്പെടുത്താൻ സാക്ഷാൽ ജീവനുള്ള ദൈവത്തിന് കഴിയും. പൗലോസേ, ഞാൻ ആരാണെന്നറിയാമോ? ഈ അണ്ടകടാഹങ്ങളെയെല്ലാം സൃഷ്ടിച്ചവൻ, പടച്ച തമ്പുരാൻ. നീ നിൽക്കുന്ന ഈ ഭൂമിയെയും ആകാശത്തെയും എല്ലാം വിരിച്ചവൻ ഞാനാണ്. സമുദ്രത്തിന്മേൽ മണൽ കൊണ്ട് അതിർവെച്ച ദൈവം ഞാനാണ്. മനുഷ്യനെ സൃഷ്ടിച്ചവൻ ഞാനാണ്. കർത്താവിന് എന്തോരം മറുപടികൾ പറയാനുണ്ട്. പക്ഷേ യേശു ഇതൊന്നും പറയാതെ നീ ആരാകുന്നു എന്ന ചോദ്യത്തിന് മുൻപേ സാക്ഷാൽ ജീവനുള്ള ദൈവം പറയുകയാണ്, നീ ഉപദ്രവിക്കുന്ന ക്രിസ്തുവാകുന്നു ഞാൻ. സ്തോത്രം. ഞാൻ കർത്താവിനോട് ഈ വാക്യം വായിക്കുമ്പോൾ എൻ്റെ മനസ്സുകൊണ്ട് എൻ്റെ പ്രാർത്ഥനാ റൂമിൽ ഞാൻ ചോദിച്ചു, അതെന്താ യേശുവേ? എന്തോരം വീര്യപ്രവൃത്തികൾ നിനക്ക് പറയാം, എത്രയോ അത്ഭുതങ്ങളുടെ സാക്ഷ്യങ്ങൾ നിനക്ക് പറയാം, എത്രയോ ഉയർപ്പുകൾ നടന്നതിനെ കുറിച്ച് നിനക്ക് പറയാം, എത്രയോ രോഗികളെ സൗഖ്യമാക്കിയതിനെ കുറിച്ച് നിങ്ങൾക്ക് പറയാം. സാധാരണ പാസ്റ്റർമാരെ ഞങ്ങൾ ഒരു മീറ്റിങ്ങിനകത്തൊരു ദൈവപ്രവൃത്തി നടന്നാൽ അടുത്ത യോഗത്തിൽ ഞങ്ങളത് സാക്ഷ്യം പറഞ്ഞിരിക്കും. ഒരു പ്രാർത്ഥനയ്ക്കകത്തൊരു ദൈവപ്രവൃത്തി നടന്നു കഴിഞ്ഞാൽ അടുത്ത മീറ്റിങ്ങിൽ ഞങ്ങളത് ടെസ്റ്റ് മണി പറഞ്ഞിരിക്കും. പക്ഷേ യേശു ഒരു അത്ഭുതങ്ങളുടെ വീര്യപ്രവൃത്തികൾ പൗലോസിനോട് പറയാതെ, തന്നെ അതൊന്നും പറഞ്ഞ് പരിചയപ്പെടുത്താതെ യേശു ഇപ്പോൾ ഇവിടെ പറയുകയാണ്, നീ ഉപദ്രവിക്കുന്ന യേശുവാകുന്നു. അർത്ഥം, ഉപദ്രവിക്കപ്പെട്ടൊരു നാഥനാകുന്നു ഞാൻ, കഷ്ടമനുഭവിച്ചൊരു കർത്താവാകുന്നു ഞാൻ. അതാണ് ആ മറുപടിയുടെ അർത്ഥം. ഇന്ന് രാത്രിയിൽ ഈ ദേശത്തോടും എനിക്ക് പറഞ്ഞ് പരിചയപ്പെടുത്താനുള്ള ദൈവത്തിൻ്റെ വീര്യപ്രവൃത്തിയുടെ നിരവധി കൂട്ടങ്ങളുണ്ട്. യേശു ചെയ്ത എന്തോരം അത്ഭുതങ്ങളെ ഇന്ന് രാത്രി പറഞ്ഞ് പരിചയപ്പെടുത്താനുണ്ട്. എനിക്ക് തൊട്ടു മുൻപേ സ്വാഗത പ്രസംഗം നടത്തിയ ബഹുമാനപ്പെട്ട സാറ് അവരുടെ കുടുംബജീവിതത്തിനകത്ത് നടന്നൊരു അത്ഭുതത്തിൻ്റെ സാക്ഷ്യം പറഞ്ഞുകൊണ്ടല്ലേ ഈ സ്വാഗത പ്രസംഗം ആരംഭിച്ചത്. ഇനി സാക്ഷ്യങ്ങളുടെ എത്രയോ നിര ഇതിനകത്ത് വന്നിരിപ്പുണ്ട്. അഭിമന്യു പാസ്റ്റർ, എൻ്റെ പ്രസംഗത്തിന് 10 മിനിറ്റ് ഞാനൊന്ന് ആമേൻ സ്തോത്രം അതെ റെസ്റ്റ് എടുത്തിട്ട് ഒരു 15 മിനിറ്റ് നിങ്ങൾക്കൊരവസരം തന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ എൻ്റെ യേശു ചെയ്ത എന്തോരം അത്ഭുതങ്ങളുടെ സാക്ഷ്യങ്ങൾ പ്രസ്താവിക്കാൻ കഴിയുന്ന ദൈവത്തിൻ്റെ മക്കൾ ഇന്ന് രാത്രി യോഗത്തിനകത്ത് വന്നിട്ടുണ്ട്. അവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചൊല്ലുന്നു. അർത്ഥം, സാക്ഷ്യങ്ങൾ ഒത്തിരി നമ്മുടെ ജീവിതത്തിൽ നടന്നിട്ടുണ്ട്. എന്തെല്ലാം സൗഖ്യങ്ങൾ, മരുന്ന് തള്ളിക്കളഞ്ഞ വിഷയം, മെഡിക്കൽ സയൻസ് തള്ളിക്കളഞ്ഞ വിഷയം, അത്ഭുതം നടക്കത്തില്ല, അറിയിക്കേണ്ടവരെയൊക്കെ അറിയിച്ചോ എന്ന് പറഞ്ഞ്
പറഞ്ഞ വിഷയത്തിൻ്റെ നടുവിലും പ്രാർത്ഥിക്കുന്ന ദൈവസഭ പടച്ച തമ്പുരാനോട് മുട്ടുകുത്തി പ്രാർത്ഥിച്ചപ്പോൾ എന്തെല്ലാം വിഷയത്തിൽ യേശു നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്തിട്ടുണ്ട്. ആ അത്ഭുതങ്ങളുടെ കൂട്ടങ്ങളെല്ലാം നമ്മുടെ ദൈവത്തെക്കുറിച്ചുള്ള വർണ്ണനകളാണ്. പക്ഷെ അതൊന്നും പറഞ്ഞ് പരിചയപ്പെടുത്താതെ ഇവിടെ യേശു കർത്താവ് തന്നെ പറഞ്ഞ് പരിചയപ്പെടുത്തുകയാണ്. ഞാനിപ്പോൾ കഷ്ടമനുഭവിക്കുന്ന നാഥനാണ്, ഞാനിതാ ഉപദ്രവിക്കപ്പെടുന്ന കർത്താവാണ്. ഇന്ന് രാത്രിയിലും ഈ ദേശത്തോട് എനിക്ക് ഇന്ന് രാത്രി പ്രസ്താവിക്കാനുള്ള എൻ്റെ യേശുവിൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി, നിനക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചൊരു ജീവനുള്ള ദൈവമുണ്ട്. ഇന്ന് രാത്രി ആ ദൈവത്തെ ആരാധിക്കാൻ ഭാഗ്യം കിട്ടിയ ദൈവത്തിൻ്റെ മക്കൾ ഇതിനകത്തുണ്ടെങ്കിൽ ഇന്ന് രാത്രി മൗനമായിരിക്കാതെ കരവും ശബ്ദമെല്ലാം ഒന്ന് ഉയർത്തി ശക്തിയോടെ ദൈവത്തിനൊന്ന് സ്തോത്രം ചൊല്ലാമോ? എൻ്റെ യേശു ഇന്ന് രാത്രി കഷ്ടം അനുഭവിച്ചത് എനിക്ക് വേണ്ടിയാ പാസ്റ്ററെ, എൻ്റെ യേശു ഇന്ന് രാത്രി ഉപദ്രവമേറ്റത് എനിക്ക് വേണ്ടിയിട്ടാണെന്ന് വിശ്വസിക്കുന്നവർക്കായി ദൈവത്തിന് സ്തോത്രം ചൊല്ലുകയാണ്. അപ്പോൾ മനസ്സിനകത്തൊരു ചോദ്യം വന്നില്ലേ, പാസ്റ്റർ നിങ്ങളുടെ ദൈവം ഏറ്റ ഉപദ്രവം എന്നാ പാസ്റ്ററെ? പറയാം. എൻ്റെ മുന്നു പ്രിയപ്പെട്ടവരെ, ഗെത്സമനെ തോട്ടത്തിലെ പ്രാർത്ഥന, ആ പ്രാർത്ഥന കഴിഞ്ഞിട്ട് എൻ്റെ കർത്താവ് പ്രാർത്ഥന കഴിഞ്ഞ് ആമേൻ പറഞ്ഞ് എഴുന്നേൽച്ചപ്പോൾ ദേണ്ടേ പടയും പന്തവും വാളുമായിട്ട് ഒരു കൂട്ടം ജനം ഗെത്സമനെ തോട്ടം എന്ന യേശുവിൻ്റെ പ്രാർത്ഥന തോട്ടത്തിനകത്തേക്ക് ഇടിച്ചു കയറി ചെന്നു. യേശു ഒറ്റ ചോദ്യമേ ചോദിച്ചുള്ളൂ, ആരെ അന്വേഷിക്കുന്നത്? മറുപടി, നസ്രയനായ യേശുവിനെ. ഞാൻ അല്ലെന്നല്ല, ഞാൻ എന്ന് പറഞ്ഞ് കൈ നീട്ടിക്കൊടുക്കുമ്പോൾ കേൾക്കണേ, യേശുവിനെ ആരും പിടിച്ചതല്ല, പിടികൊടുക്കാൻ എൻ്റെ യേശു കർത്താവ് നിന്നുകൊടുത്തതാ. യേശുവിനെ ആരും കൊന്നതല്ല, അവൻ മനഃപൂർവ്വം മാനവരാശിക്ക് വേണ്ടി ഉപദ്രവം സഹിക്കാൻ കരം നീട്ടിക്കൊടുത്തതാ എന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചൊല്ലുകയാ. എൻ്റെ മുന്നു പ്രിയപ്പെട്ടവരെ, ഈ സമയം യേശു കർത്താവ് തൻ്റെ കരങ്ങൾ നീട്ടിക്കൊടുക്കുമ്പോൾ ആമെ കാട്ടുചെന്നായി കൂട്ടമായ ഒരാടിനെ പിടിച്ചപ്പോൾ എന്ന് പാട്ടുകാരൻ പാടുന്നത് പോലെ യേശുവിനെ അവരെല്ലാം കൂടെ കയറി മൃഗീയമായി പീഡിപ്പിക്കാൻ തുടങ്ങി. അല്പസമയങ്ങൾ കഴിഞ്ഞിട്ട് ഈ കൈത്തളങ്ങളുണ്ടല്ലോ, ഇങ്ങനെ കൊത്തളത്തിനകത്ത് ബന്ധിച്ച് പടയാളിയുടെ ചാട്ടവാറുകൾ യേശുവിൻ്റെ ശരീരത്തിനകത്ത് വന്ന് ആഞ്ഞടിക്കാൻ തുടങ്ങി. ആന്റിമാരെ, ഉത്തമഗീതത്തിനകത്ത് ചോദിക്കുക, നിന്റെ പ്രാണപ്രിയൻ ആരാ? അവളുടെ മറുപടി കേൾക്കണോ? എൻ്റെ പ്രാണപ്രിയനോ, അവൻ 10,000 അതിസുന്ദരനല്ലയോ? തേജസ്സിനെ വാരി ചുറ്റിയ 10,000 അതിസുന്ദരൻ. ഇന്ന് രാത്രിയിൽ എന്നെക്കാൾ അറിവുള്ളവർ ഈ ദേശത്തിനകത്തുണ്ടല്ലോ. വാത്സല്യ സഹോദരങ്ങളെ, ഉച്ചയ്ക്കൊരു 12 മണി 1 മണിക്ക് കത്തി ഉദിച്ചുയർന്നു നിൽക്കുന്ന സൂര്യനെ കണ്ണിൻ്റെ ഇമ വെട്ടാതെ നോക്കാൻ കഴിവുള്ള എത്ര പ്രിയപ്പെട്ടവർ, തൻ്റെ ഇടമുള്ളവർ ഈ കാഞ്ഞിരം ദേശത്തിനകത്തുണ്ട്. ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, കത്തി ഉദിച്ചുയർന്നു നിൽക്കുന്ന സൂര്യൻ്റെ പ്രകാശത്തെ, സൂര്യനെ നോക്കാൻ കഴിവുള്ളവൻ ഉലക ചരിത്രത്തിൽ ഒരു മനുഷ്യന് കണ്ണിൻ്റെ ഇമ വെട്ടാതെ നോക്കാൻ കഴിയത്തില്ല. അങ്ങനാണെങ്കിൽ എൻ്റെ യേശു കർത്താവ് 10,000 സൂര്യഗോളങ്ങളെക്കാൾ ശക്തിയുള്ളതാണ്. ആ തേജസ് വാരി ചുറ്റിയ കർത്താവിനെ കൈത്തളങ്ങൾ ഇങ്ങനെ ബന്ധിച്ച് പടയാളിയുടെ ചാട്ടവാറുകൾ യേശുവിൻ്റെ ശരീരത്തിനകത്ത് വന്ന് ആഞ്ഞടിക്കുക. കർത്താവിനോട് ചോദിക്കപ്പാ, നീ സ്വർഗത്തിനകത്തിരിക്കുന്ന ദൈവമല്ലേ? നീ തേജസ്സിനെ വാരി ചുറ്റിയവനല്ലേ? നീ പ്രകാശത്തിൻ്റെ സിംഹാസനത്തിൽ വാണരുളുന്നവനല്ലേ? പിതാവിനോടുള്ള സമത്വം മുറുകെ പിടിച്ചവനല്ലേ? അത് വേണ്ടെന്ന് വെച്ച് ഈ ഭൂമിയുടെ പരപ്പിൽ വന്ന് നീ എന്തിനാ കർത്താവെ കഷ്ടമേൽക്കുന്നതെന്ന് ചോദിച്ചാൽ എൻ്റെ കർത്താവ് ഇന്ന് രാത്രി തിരിച്ചു പറയോ, ഞാൻ അനുഭവിക്കുന്ന ക്രൂശും കഷ്ടതയുമാ ശൗൽ എന്ന് പറയുന്ന മനുഷ്യനെ പൗലോസാക്കി മാറ്റുന്നത്. ഈ ദേശത്തിലും ചിലർ രൂപാന്തരപ്പെടണമെങ്കിൽ കാനാവിലെ കല്യാണ വെട്ടി പച്ചവെള്ളം വീഞ്ഞായ പോരാ. ഈ ദേശത്തിനകത്ത് ചിലർ രൂപാന്തരപ്പെടണമെങ്കിൽ കുഷ്ഠരോഗികൾ സൗഖ്യമായ പോരാ. ഈ ദേശത്തിനകത്ത് ചിലർ വിടിവിക്കപ്പെടണമെങ്കിൽ അത്ഭുതങ്ങളുടെ കൂട്ടങ്ങൾ കണ്ടാ പോരാ. പകരം ഉപദ്രവമേറ്റ കർത്താവിനെ ഇന്ന് രാത്രി ഒന്ന് കാണാൻ ഭാഗ്യം കിട്ടിയ, ഇന്ന് രാത്രി നിന്റെ ജീവിതത്തെ വഴിതിരിക്കുന്നൊരു ദൈവപ്രവൃത്തി എന്ന് പറയുമ്പോൾ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ കരമൊന്ന് ഉയർത്തി ശക്തിയോടെ ദൈവത്തിന് സ്തോത്രം ചൊല്ലാമോ? പ്രിയപ്പെട്ടവരെ, നോക്ക്, അങ്ങനെ കഷ്ടമേൽക്കുക കർത്താവ്. ഇന്നേക്ക് ചില നാളുകൾക്ക് മുമ്പ് ഞങ്ങളുടെ സഭയ്ക്കകത്തൊരു തിരുവത്താഴ് ശുശ്രൂഷ നടക്കുമ്പോൾ ഞങ്ങളുടെ ചർച്ചിനകത്ത് കൂടുതലും മറ്റു മാർഗ്ഗങ്ങളിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു വന്നവരെ തിരുവത്താഴ് ശുശ്രൂഷ നടക്കുമ്പോൾ ഇതൊന്ന് പറഞ്ഞ് പ്രതിഫലിപ്പിക്കുന്നതിനേക്കാൾ അപ്പുറം ഇതൊന്ന് വിഷ്വലൈസ് ചെയ്ത് കാണിച്ചാൽ കുറേയും കൂടെ മനസ്സിലാകും എന്നൊരു ചിന്തയിൽ ഞങ്ങളുടെ ചർച്ചിനകത്ത് കുഞ്ഞുങ്ങൾ ഈ പാഷൻ ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന ആ വലിയ ഫിലിം, യേശുവിൻ്റെ ക്രൂശീകരണത്തിൻ്റെ സിനിമയുണ്ടല്ലോ, അതേന്നൊരു 6 മിനിറ്റ് കട്ട് ചെയ്തിട്ട് ഞങ്ങളുടെ ചർച്ചിൻ്റെ പ്രൊജക്ടർ ടി വിക്കകത്തിട്ട് കാണിച്ചു. ഈ കർത്തൃമേശയ്ക്ക് തൊട്ടു മുമ്പ് യേശുവിൻ്റെ ക്രൂശീകരണത്തിൻ്റെ രംഗം 6 മിനിറ്റ് ഞങ്ങളുടെ പ്രൊജക്ട് ടി വിക്കകത്തിട്ട് കാണിച്ചപ്പോൾ ഞങ്ങളുടെ ആൻറ്റിമാർക്ക് അത് കണ്ടിരിക്കാൻ പറ്റിയില്ല. ഇതര മാർഗങ്ങളേത് വിശ്വാസത്തിൽ വന്ന ഞങ്ങളുടെ ആൻറ്റിമാരുണ്ടല്ലോ, യേശുവിൻ്റെ കയ്യിൽ ആണി തറയ്ക്കുന്ന ഭാഗം എത്തിയപ്പോൾ അവർ കർച്ചീഫ് എടുത്ത് മുഖം ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, പാസ്റ്റർ പ്ലീസ് അത് ഓഫ് ചെയ്ത് കണ്ടിരിക്കാൻ പറ്റണില്ല. എൻ്റെ പൊന്നു മാതാവേ, എൻ്റെ പൊന്നു പിതാവേ, അതൊരു മനുഷ്യനെ അഭിനയിച്ചതാ നീ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ ചങ്ക് കീറി
കീറിപ്പോയെങ്കിൽ ഇന്നേക്ക് 2025 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ പ്രാണപ്രിയനത് അനുഭവിച്ചറിഞ്ഞ യാഥാർത്ഥ്യമാ. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ യേശുവിൻ്റെ കഷ്ടത എന്തോരം ഭയങ്കരമാ. ആമേൻ. ഒരു രാത്രി മുഴുവനും യേശു ഉറങ്ങിയിട്ടില്ല കേട്ടോ. അന്നൊക്കെ പറയുമ്പോൾ ഭാവനയൊന്ന് കാണാമോ? യേശു ഒരു രാത്രി മുഴുവനും ഉറങ്ങിയിട്ടില്ല. തോട്ടത്തിലെ പ്രാർത്ഥന, വിയർപ്പ് രക്തമൊഴുക്കിയുള്ള പ്രാർത്ഥന. അത് കഴിഞ്ഞിട്ട് എൻ്റെ കർത്താവ് നേരെ ഈ വിസ്താരത്തിലേക്കാണ് കയറി ചെല്ലുന്നത്. രാത്രി മുഴുവനുമുള്ള, പകൽ മുഴുവനുമുള്ള വിസ്താരങ്ങൾ. സന്ധ്യയോടടുക്കുന്ന സമയം യേശുവിൻ്റെ ക്രൂശീകരണം. തമ്പുരാൻ ഉറങ്ങിയിട്ടില്ല. ഒരു മനുഷ്യന് വേണമെങ്കിൽ 4 ദിവസം പട്ടിണി കിടക്കാം, 3 ദിവസം ഉറങ്ങാതിരിക്കാൻ പറ്റുമോ? വട്ടുപിടിച്ചു പോകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉറക്കം ഒരു മനുഷ്യന് ഭയങ്കര പ്രധാനപ്പെട്ടതാ. യേശു ഉറങ്ങിയിട്ടില്ല. ആ സന്ധ്യയോടടുക്കുന്ന സമയമാ ആ വലിയ മരക്കുരിശെടുത്ത് എൻ്റെ കർത്താവിൻ്റെ ശിരസിനകത്ത് വെച്ചത്. പാലസ്തീൻ്റെ പച്ചമണ്ണിനകത്ത് 24 ടൈപ്പ് വിഷമുള്ളുണ്ട്. അതിനകത്ത് ഏറ്റവും വിഷം കൂടിയ മുള്ള് ഒറ്റ രാത്രി കൊണ്ട് തപ്പിയെടുത്ത് അത് കിരീടമാക്കി വെച്ച് മടഞ്ഞ് നാഥന്റെ ശിരസിനകത്ത് വെച്ച് കോലുകൊണ്ടടിച്ചത് താഴേക്കിറക്കി 2 കൈയിലും ആണി തറച്ച് കാലിനകത്ത്, കാലിരുമ്പിന്റെ ആണി തറച്ച് ശിരസിന്റെ ഉച്ച മുതൽ ഉള്ളങ്കാല് വരെ രക്തമൊരിച്ച് എൻ്റെ കർത്താവ് ക്രൂശിനകത്ത് കിടക്കുക. ഇന്ന് രാത്രിയിൽ ആരെങ്കിലുമൊക്കെ ചോദിക്ക്, എന്തിനാ കർത്താവ് ഇങ്ങനെ കിടന്ന് വേദന സഹിക്കുന്നത്? എന്തിനാ ഇങ്ങനെ കിടന്ന് കഷ്ടമേക്കുന്നത്? എന്തിനാ ഇങ്ങനെ ഉപദ്രവിക്കപ്പെടുന്നത്? യേശു ഇന്ന് രാത്രി തിരിച്ചു പറയും, മനുഷ്യനെ ഇന്ന് രാത്രി എനിക്കൊന്ന് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി, ചിലരെ ഇന്ന് രാത്രി എനിക്കൊന്ന് രൂപാന്തരപ്പെടുത്താൻ വേണ്ടി ഉറപ്പിച്ച് ഞാൻ പറയാം, യേശു ഏറ്റവും ഉപദ്രവമാ ഇന്ന് രാത്രി എൻ്റെ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കുന്നവർക്കായി നന്ദിയോടെ ഇന്ന് രാത്രി ഞാൻ ദൈവത്തിന് സ്തോത്രം ചൊല്ലുക. ചോദ്യം, നീ ആരാകുന്നു കർത്താവേ? 7300-ലധികം പ്രാവശ്യം ബൈബിളിനകത്ത് ഉപയോഗിച്ചൊരു വാക്കാണ് കർത്താവേ. 7300-ലധികം പ്രാവശ്യം ബൈബിളിനകത്ത് ഉപയോഗിച്ചൊരു വാക്കാണ് കർത്താവേ. ഇവിടെ ചോദിക്കുക, കർത്താവേ നീ ആരാകുന്നു? ഒരുപക്ഷെ കർത്താവേ എന്ന് ഞാൻ പറയുമ്പോൾ ഈ ദേശത്തിനകത്ത് ഇത് സശ്രദ്ധം കേൾക്കുകയും പഠിക്കുകയും ചെയ്യുന്ന ചിലരുടെ മനസ്സിനകത്ത് ഒരു ചിന്തയുണ്ടാകാൻ സാധ്യതയുണ്ട്. കർത്താവ് എന്ന് പറയുന്നത് ക്രിസ്ത്യാനികളുടെ ദൈവമല്ലേ? അയ്യോ അല്ലല്ലേ. കർത്താവ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താ പാസ്റ്ററെ? പറയാം. കർത്താവ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം കർത്തൃത്വം ഏറ്റെടുക്കുന്നവൻ എന്നാണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ കർത്തൃത്വം ആരാണ് ഏറ്റെടുക്കുന്നത് എന്നാണ് ഈ മനുഷ്യൻ ചോദിക്കുന്നത്. താൻ ഇപ്പോൾ നടന്നു വരുന്നത് അല്ലെങ്കിൽ യാത്ര ചെയ്തു വരുന്നത് ഒരു കുതിരപ്പുറത്താ. ശൗൽ ഇപ്പോൾ ഇങ്ങനെ യാത്ര ചെയ്തു വരുന്നത് ഒരു കുതിരപ്പുറത്താ. എന്നാൽ തൻ്റെ കുതിരപ്പുറത്ത് സൂര്യനേക്കാൾ വെല്ലുന്ന പ്രകാശമുള്ള ഒരു ശക്തി തന്നെ അടിച്ച് തള്ളി താഴെയിട്ടപ്പോ പൗലോസിന്റെ അകത്തൊരു ചോദ്യം ഉയരുക, ഇപ്പൊ എൻ്റെ ലൈഫിൽ കർത്തൃത്വം നടത്തുന്ന ഇവൻ ആരാന്ന് എനിക്കൊന്ന് അറിയണം. ഇന്ന് രാത്രിയിൽ ഇന്നും നാളെയുമായി നടക്കുന്ന ഈ സുവിശേഷ യോഗം തീരുന്നതിനേക്കാൾ മുമ്പ് നീ ഒന്ന് ചോദിക്കണം, എൻ്റെ ജീവിതത്തിലെ കർത്തൃത്വം ആരുടെ കയ്യില്? ഈ രാത്രിയിൽ വിശ്വസിക്കുന്ന ചിലര് പറയണോ, എൻ്റെ കർത്തൃത്വം മതസ്ഥാപകന്റെ കയ്യിലല്ല, എൻ്റെ കർത്തൃത്വം മതങ്ങളുടെ കയ്യിലല്ല, എൻ്റെ കർത്തൃത്വം സംഘടനകളുടെ കയ്യിലല്ല, എൻ്റെ കർത്തൃത്വം സാക്ഷാൽ ജീവനുള്ള ദൈവത്തിന്റെ കയ്യിൽ ഞാൻ പരമേൽപ്പിച്ചു എന്ന് വിശ്വസിക്കുന്ന പ്രിയപ്പെട്ടവർ ഇന്ന് രാത്രി ഇതിനകത്തുണ്ടെങ്കിൽ എൻ്റെ കൊച്ചിൻ്റെ ജീവിതത്തിന്റെ ഭാവി കർത്തൃത്വം മനുഷ്യന്റെ കയ്യിലല്ല, അത് ദൈവത്തിന്റെ കയ്യിലാണെന്ന് വിശ്വസിക്കുന്നവർ കരമൊന്ന് ഉയർത്തി ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. നീ ആരാകുന്നു കർത്താവേ? ചോദ്യം ശ്രദ്ധേയമാണ്. വേദപുസ്തകത്തിൽ നിരവധി ചോദ്യങ്ങളുണ്ട്. മനുഷ്യനോട് ചോദിച്ച ചോദ്യങ്ങൾ, മനുഷ്യൻ ദൈവത്തോട് ചോദിച്ച ചോദ്യങ്ങൾ, ദൈവം മനുഷ്യനോട് ചോദിച്ച ചോദ്യങ്ങൾ. ഈ ചോദ്യങ്ങളുടെ ആരംഭം ഏതേൻ തോട്ടത്തിനകത്താണ്. ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും ഉണ്ടാക്കിയ മനുഷ്യൻ, ആ മനുഷ്യൻ ദൈവത്തെ അകന്നുപോയി. ഈമേൽ വെയിലാറുകുമ്പോൾ ഇറങ്ങി വരുന്ന കർത്താവ് തോട്ടത്തിനകത്ത് ഇറങ്ങി വന്നിട്ട് ചോദിക്കുകയാണ്, അദാമേ നീ എവിടെയാണ്? അവിടെയാണ് ചോദ്യങ്ങൾ ആരംഭിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകത്തിലാണ് ദൈവം തൻ്റെ ചോദ്യങ്ങൾ ആരംഭിക്കുന്നത്. ആദാമേ നീ എവിടെയാണ്? ദൈവം തൻ്റെ സാദൃശ്യത്തിലുണ്ടാക്കിയ മനുഷ്യൻ തെറ്റിപ്പോയപ്പോൾ ദൈവത്തിൻ്റെ ചോദ്യങ്ങൾ ആരംഭിച്ചു, നീ എവിടെയാ ആദാമേ? ആ ചോദ്യങ്ങൾ പിന്നത്തേതിൽ വേദപുസ്തകത്തിൽ എണ്ണമറ്റതാണ്. ഒത്തിരി ചോദ്യങ്ങൾ വേദപുസ്തകത്തിനകത്ത് ഇങ്ങനെ നീണ്ടു വരുന്ന കിടക്കുക. ആ കൂട്ടത്തിൽ ഒരു ചോദ്യമാ, നീ ആരാകുന്നു കർത്താവേ? സ്തോത്രം. ചോദ്യത്തിന് മറുപടിയും ചോദ്യകർത്താവിനെയും ഒക്കെ ഞാൻ ഇന്ന് രാത്രിയിൽ ഈ പരിമിതമായ സമയത്തിനകത്ത് പറഞ്ഞ് പരിചയപ്പെടുത്തി. ഇനി വിഷയത്തിൻ്റെ പ്രധാന ഭാഗത്തിലേക്ക് വരികയാണ്. ഈ ചോദ്യം ചോദിച്ചു കഴിഞ്ഞ അനന്തരം, ഈ ചോദ്യത്തിന് 4 ഭാഗങ്ങളുണ്ട്, അതിലേക്ക് ഞാൻ വരും. ഈ ചോദ്യം ചോദിച്ചു കഴിഞ്ഞ അനന്തരം ആ ചോദ്യത്തിന് മറുപടി കൊടുക്കുന്ന കർത്താവ്, ഞാൻ ഉപദ്രവിക്കപ്പെട്ട, നിനക്ക് വേണ്ടി കഷ്ടമേറ്റ, അല്ലെങ്കിൽ നീ എന്നെ ഉപദ്രവിക്കുന്ന കർത്താവാകുന്നു ഞാനെന്ന് പറഞ്ഞിട്ട് 6-ാമത്തെ വാക്യത്തിൽ പറയുക, നീ എഴുന്നേൽക്കണം. സ്തോത്രം. അപ്പൊ ജീവനുള്ള കർത്തൃത്വം ഏറ്റെടുക്കുന്നൊരു ദൈവത്തെ കണ്ടാൽ പിന്നെ നീ ഇരിക്കുന്ന സ്ഥലത്ത് ഇരിക്കരുത്, നീ ആയിരിക്കുന്ന സ്ഥലത്ത് കിടക്കരുത്, നീ ആയിരിക്കുന്ന പശ്ചാത്തലം വിടേണം. ഈ വാക്യം അങ്ങനെ തന്നെ പറയുക. ദൈവത്തെ ഒരു മനുഷ്യൻ കണ്ടെത്തിയാൽ, കർത്തൃത്വം
കർത്തൃത്വം ഏറ്റെടുക്കുന്നവനെ ഒരു മനുഷ്യൻ കണ്ടെത്തിയാൽ പിന്നെ അവൻ ഇരിക്കുന്ന സ്ഥലത്തും അവൻ്റെ പാരമ്പര്യത്തിനും പശ്ചാത്തലത്തിനും തുടരരുത്, അവനൊന്ന് എഴുന്നേറ്റു വരേണം. സ്തോത്രം. ഇന്ന് രാത്രി ഞാൻ ഇതിനകത്ത് ഇരിക്കുന്ന ദൈവമക്കളോട് ചോദിക്കട്ടെ, അങ്ങനെ എഴുന്നേറ്റവരല്ലേ നമ്മളീ പലരും? നമ്മൾ എന്തെല്ലാം സാഹചര്യത്തിൽ കുരുക്കപ്പെട്ട് കിടന്നവരാ, ഏതെല്ലാം പശ്ചാത്തലത്തിനകത്ത് ഒതുക്കപ്പെട്ട് കിടന്നവരാ, പാപത്തിൻ്റെ കുഴഞ്ഞ ചേറ്റിനകത്ത് ചേറിനകത്ത് ആണ്ടുപോയവരല്ലേ നമ്മളൊക്കെ. പക്ഷെ ഇന്ന് രാത്രി നമ്മൾ കർത്താവിനെ കണ്ടെത്തിയപ്പോൾ ആ ചേറിനകത്തുനിന്നും പാറമേലൊരു എഴുന്നേൽപ്പ് സ്വർഗം നമുക്ക് നൽകി. ആ കുഴഞ്ഞ ചേറ്റിൽ നിന്ന് സ്വർഗം നമ്മളെ കരം പിടിച്ച് എഴുന്നേൽപ്പിച്ചു. വിശ്വസിക്കുന്നവർക്കായി ദൈവത്തിന് ഞാൻ ഇന്ന് രാത്രി സ്തോത്രം ചൊല്ലുകയാണ്. കണ്ടോ, നീ ആരാകുന്നു കർത്താവേ എന്ന് ചോദിച്ചു കഴിഞ്ഞ അനന്തരം ഈ മനുഷ്യനോട് ദൈവം പറയുക, ഇനി നീ ഒന്ന് എഴുന്നേൽക്കണം. ഇരിക്കുന്ന സ്ഥലത്തും കിടക്കുന്ന സ്ഥലത്തും നീ കിടക്കരുത്. 9-ാമത്തെ അധ്യായത്തിനകത്ത് 3 പ്രധാനപ്പെട്ട എഴുന്നേൽപ്പുകളാണുള്ളത്. 9-ാമത്തെ അധ്യായത്തിൽ 3 പ്രധാനപ്പെട്ട എഴുന്നേൽപ്പുകളാണ്. ദൈവത്തെ അറിയുന്ന ഒരു മനുഷ്യൻ എഴുന്നേൽക്കേണ്ട 3 മേഖലകൾ. ഇവിടെ 5-ാമത്തെ വാക്യത്തിൽ നീ എഴുന്നേൽക്കുക എന്ന് പറഞ്ഞാൽ, ഞാൻ ആ എഴുന്നേൽപ്പിന് വിളിക്കുന്ന പേര് മാനസാന്തരത്തിൻ്റെ എഴുന്നേൽപ്പ്. എല്ലാവരും കൂടെ ഒന്ന് പറഞ്ഞേ, സൂസു എന്നല്ല, ഉറക്കെ പറഞ്ഞേ. ആണോ? അത്രയൊക്കെ ശബ്ദമുണ്ട് നമുക്ക്. സ്തോത്രം. അപ്പോൾ ഒരു മനുഷ്യൻ ദൈവത്തെ കണ്ടെത്തിയാൽ, കർത്തൃത്വം ഏറ്റെടുക്കുന്ന ഒരു ദൈവത്തെ കണ്ടെത്തിയാൽ പിന്നെ അവനൊരു എഴുന്നേൽപ്പുണ്ട്. അത് മാനസാന്തരത്തിൻ്റെ എഴുന്നേൽപ്പാണ്. ശൗലിനെ ഇപ്പം ദൈവം എഴുന്നേൽപ്പിക്കുന്നത് മനസ്സ് മാറ്റി എഴുന്നേൽപ്പിക്കുന്നത്, മാനസാന്തരത്തിനുള്ള എഴുന്നേൽപ്പ്. ഇനി എന്നെ ശ്രദ്ധിച്ച് കേൾക്കണം. എന്താ മാനസാന്തരം? മാനസാന്തരം എന്ന് പറയുന്ന വാക്ക് ഭയങ്കര ഫെമിലിയറാണ്. മാനസാന്തരം എന്ന് പറഞ്ഞാൽ മനസ്സിനുണ്ടാകുന്ന അന്തരം, അത്രയേ ഉള്ളൂ. മതം മാറ്റുന്ന പരിപാടിയല്ല, മനസ്സ് മാറുന്നു, അത്രയേ ഉള്ളൂ. സ്തോത്രം. സാധാരണ ഞാൻ എപ്പോഴും പറയാറുണ്ട്, വിശ്വാസ ജീവിതത്തിലൊക്കെ തോന്നുമ്പോൾ ഞങ്ങളുടെ പേര് മാറ്റിയില്ല, അതൊരു സന്തോഷമാണ്. ഇന്നും കേൾക്കുന്ന പേര് അഭിമന്യു അർജുൻ എന്നാണ്. കാരണം ഇത് പേര് മാറ്റുന്ന പരിപാടിയല്ല, ഇത് മതം മാറ്റുന്ന പരിപാടിയല്ല, ഇത് മനസ്സ് മാറ്റുന്ന പരിപാടിയാണ്. സ്തോത്രം. മനസ്സിനൊരു മാറ്റം ഉണ്ടാകുക, മാനസാന്തരം. സ്തോത്രം. ഇനി മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ എന്താ വാസേ? അതൊരു ന്യായവിധിയാണ്. ഞാൻ ആ വിഷയത്തിലേക്ക് വരുന്നുണ്ട്, ഇപ്പോൾ ഹോൾഡ് ചെയ്ത് പിടിക്കാം. അപ്പോൾ ഒന്നൊരു മനുഷ്യനുണ്ടാകേണ്ട മാറ്റം മാനസാന്തരമാണ്. മലപ്പുറം പാലക്കാട് ബോർഡറിനകത്തൊരു സ്ഥലമുണ്ട്. ആ സ്ഥലത്തിൻ്റെ പേര് മഞ്ചേരി എന്നാണ്. ചിലർക്കെങ്കിലും അറിയാമായിരിക്കും. മഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്തിനകത്ത് കൊച്ചുപ്രായം മുതൽ ക്ഷേത്രങ്ങളും അതിൻ്റെ പരിസരങ്ങളുമായി ബന്ധപ്പെട്ട് ജീവിച്ചു വന്നൊരു സാധാരണക്കാരൻ, ഒരു സാധുവായ മനുഷ്യനുണ്ട്, ശ്രീ മഠത്തിൽ രാമചന്ദ്രൻ. അദ്ദേഹം കൊച്ചുപ്രായം മുതൽ നല്ല ഭക്തനായി ജീവിക്കുകയാണ്. നല്ല പശ്ചാത്തലത്തിലാണ് അദ്ദേഹം ജനിച്ചു വളർത്തപ്പെട്ടത്. നല്ല സാഹചര്യത്തിൽ അദ്ദേഹം ഇങ്ങനെ വളർന്നു വരുന്ന കാലഘട്ടം. എന്നാൽ ഒരിക്കൽ അദ്ദേഹം ഇങ്ങനെ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് തൻ്റെ മന്ത്രങ്ങളും പൂജകളും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ തൻ്റെ മനസ്സിൽ എന്തെന്നില്ലാത്തൊരു ചിന്ത, ജീവനുള്ളൊരു ദൈവത്തെയാണോ ഞാൻ ആരാധിക്കുക? ആ ചിന്ത തൻ്റെ മനസ്സിനകത്ത് ഭരിക്കാനുള്ള കാരണമൊന്നും എനിക്കറിയത്തില്ല. ജീവനുള്ളൊരു ദൈവത്തെയാണോ ഞാൻ ആരാധിക്കുന്നത്? ആകയാൽ ദൈവത്തെ ഒന്ന് അന്വേഷിക്കണം എന്നൊരു ചിന്ത ശ്രീ മഠത്തിൽ രാമചന്ദ്രൻ്റെ മനസ്സിനകത്തുണ്ടായി. അങ്ങനെ അദ്ദേഹം മനുഷ്യന് വേണ്ടി പാപപരിഹാരമായി മരിച്ച ദൈവത്തെക്കുറിച്ച് അന്വേഷിക്കാനും പഠിക്കാനും തുടങ്ങി. അവസാനം അദ്ദേഹത്തിന് മനസ്സിലായി, മാനവരാശിക്ക് വേണ്ടി തൻ്റെ പുത്രനെ ഏൽപ്പിച്ചു കൊടുത്ത ഒരുവൻ മാത്രമേ ഉള്ളൂ, അത് സാക്ഷാൽ പിതാവായ ദൈവം, അവൻ്റെ പുത്രൻ സാക്ഷാൽ യേശു കർത്താവ്. ഈ ദൈവത്തെ ഒന്ന് ആരാധിക്കാൻ താൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിരിക്കുന്ന കാലഘട്ടം. ഇന്ന് രാത്രി ഞാനത് പറയുമ്പോൾ അതിൻ്റെ പ്രാധാന്യത നമുക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് അറിയത്തില്ല. എൻ്റെ പൊന്നു പ്രിയപ്പെട്ടവരെ, നമ്മുടെ ചേച്ചിയുടെ മോക്ക് പിള്ളാരില്ല, ഉദാഹരണമാണ്. അല്ലെങ്കിൽ നമ്മുടെ കസിൻ സിസ്റ്റർക്ക് പിള്ളാരില്ല, അല്ലെങ്കിൽ നമ്മുടെ ചേട്ടായിക്ക് പിള്ളാരില്ല, നമ്മുടെ അനിയന് പിള്ളാരില്ല. 8 വർഷമായി വിവാഹം കഴിച്ചു, കൊച്ചുങ്ങളില്ല. 10 വർഷമായി വിവാഹം കഴിച്ചു, കൊച്ചുങ്ങളില്ല. അവസാനം മെഡിക്കൽ റിപ്പോർട്ട് എഴുതി കൊടുത്തു, ഇനി നിങ്ങൾക്ക് പിള്ളേരുണ്ടാകുകയില്ല. ഈ വാർത്ത നമ്മൾ കേട്ടു. നമ്മൾ അച്ചായനോട് സംസാരിക്കുക. രാത്രി ബെഡ്റൂമിനകത്തിരുന്ന് സംസാരിക്കുമ്പോൾ നമ്മൾ നമ്മുടെ സ്വന്തം ഹസ്ബൻഡിനോട് പറയുക, അച്ഛാ ചേച്ചിയുടെ മെഡിക്കൽ റിപ്പോർട്ട് വന്നു, കൊച്ചുങ്ങളുണ്ടാകത്തില്ല. നമ്മുടെ വീട്ടിൽ 3 മക്കളുണ്ടല്ലോ, നമുക്ക് 3 പിള്ളേരുണ്ടല്ലോ, അല്ലെങ്കിൽ നമുക്ക് 2 മക്കളുണ്ടല്ലോ, ചേച്ചിക്ക് ഇനി പിള്ളേരുണ്ടാകില്ല. നമ്മുടെ ഒരു കൊച്ചിനെ നമുക്ക് ചേച്ചിക്ക് എന്ത് ചെയ്യാം? പറയൂ ആരെങ്കിലും? പൈസ കൊടുക്കും. നിങ്ങളുടെ തലയാട്ട് കാണുമ്പോൾ ഇല്ല വാസേ, പൈസ കൊടുക്കാം, വീട് കൊടുക്കാം, വസ്തു കൊടുക്കാം, പക്ഷെ നൊന്ത് പ്രസവിച്ച പിള്ളേരെ കൊടുക്കുകയില്ല ഞങ്ങൾ. സ്തോത്രം. ഇനി നമുക്ക് 10 പിള്ളേരുണ്ടെങ്കിലും ഒന്നിനെ പോലും നമ്മൾ ചേച്ചിക്കും ചേട്ടായിക്കും കൊടുക്കത്തില്ല. കാര്യം എന്നറിയാമോ? നൊന്ത് പ്രസവിച്ചതിനെ കൊടുക്കാൻ നമുക്ക് ഇച്ചിരി വേദന ഉണ്ടാകും. നിങ്ങൾ ആ വാക്യം കണ്ടോ? ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ ആദരിച്ചില്ല, മാനവരാശിക്ക് വേണ്ടി അവനെ തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു. ഇന്ന് രാത്രി ആ ദൈവത്തിൻ്റെ സ്നേഹം എന്തോരം ഭയങ്കരമാണ്. കാൺമീൻ, നാം ദൈവത്തിൻ്റെ മക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് എത്ര വലിയ സ്നേഹം നമുക്ക് നൽകി. എന്താ സ്നേഹം? ദൈവത്തിൻ്റെ സ്നേഹം മന്നായല്ല, ദൈവത്തിൻ്റെ സ്നേഹം കാടപ്പക്ഷിയല്ല, ദൈവത്തിൻ്റെ സ്നേഹം പാറയിലെ വെള്ളമല്ല, ദൈവത്തിൻ്റെ സ്നേഹം നിനക്ക് വീട് തന്നതും വണ്ടി തന്നതും വള്ളം തന്നതുമല്ല. ദൈവത്തിൻ്റെ സ്നേഹം കേൾക്കണേ, തൻ്റെ ഏകജാതനായ പുത്രൻ, സാക്ഷാൽ സർവശക്തനായ യേശു, ആ യേശുവിനെ ഇന്ന് രാത്രി മനുഷ്യന് വേണ്ടി തന്നതാ എൻ്റെ ദൈവത്തിന്റെ സ്നേഹം. അഭിമാനത്തോടെ കരമൊന്നുയർത്തി ശക്തിയോടെ പറയാമോ ഹല്ലേലൂയ? ഈ സ്നേഹത്തെക്കുറിച്ച് കണ്ടെത്തിയ ശ്രീ മഠത്തിൽ രാമചന്ദ്രൻ
തൻ്റെ പശ്ചാത്തലമായ ഭവനത്തിനകത്ത് എന്ന് പറഞ്ഞു, അണ്ണാ അപ്പ ഞാനൊരു ദൈവത്തെ കണ്ടെത്തി. അവർ പറഞ്ഞു, ഏത് ദൈവം? ശ്രീയേശു കർത്താവ്. പെട്ടെന്ന് അണ്ണൻ കയറി വായ്ക്കകത്ത് പൊത്തിപ്പിടിച്ചിട്ട് പറഞ്ഞു, മഠം അശുദ്ധമായി, അന്യ ദൈവത്തിൻ്റെ നാമം നീ മഠത്തിനകത്ത് ഉച്ചരിച്ചു, ഇനി നിനക്ക് മഠത്തിൽ ഓഹരിയില്ല എന്ന് പറഞ്ഞ് തന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുമ്പോൾ എങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ല. മഠത്തിൽ രാമചന്ദ്രൻ ആ മനുഷ്യന് റെയിൽവേ സ്റ്റേഷനിൽ ചെന്നു, മദ്രാസ് മെയിൽ പിടിച്ചു. ഇന്നത്തെ ചെന്നൈ, അന്നത്തെ മദ്രാസ്. അവിടെ ചെന്നിറങ്ങി എങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ല. ഒരു ഞായറാഴ്ച ദിവസം മദ്രാസ് പട്ടണത്തിൻ്റെ നടുകയും കുറുകയും നടക്കുമ്പോൾ ഒരു ഞായറാഴ്ച പകൽക്കാലം ഒരു സഭയുടെ പാസ്റ്റർ മൈക്ക് ഓണാക്കി അതിനകത്തൂടെ മലയാളത്തിൽ ഉറക്കൊരു വാക്യം പറയുക, യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവൻ എന്തിനു പുറത്തു നിൽക്കണം, അകത്തേക്ക് കയറി വരിക. ഇത് കേട്ട മലയാള ശബ്ദം കേട്ട മഠത്തിൽ രാമചന്ദ്രന് സ്വർഗം കിട്ടിയതുപോലെയായി. അദ്ദേഹം പെട്ടെന്ന് ആ ചർച്ചിനകത്തേക്ക് കയറി ചെല്ലുമ്പോൾ പ്രാർത്ഥനപ്പായിൽ കുറേ സാധുക്കളായ വിശ്വാസികൾ ഇരുന്ന് ആരാധിക്കുക. പെട്ടെന്ന് അദ്ദേഹം അവിടെ ഇരുന്നു, അവരുടെ കൂടെ ഇരുന്ന് ബൈബിൾ പഠിച്ചു. 6 മാസം ആ പാസ്റ്റർ കൂടെ താമസിച്ചു. അദ്ദേഹത്തിൻ്റെ കൈക്കിടെ സ്നാനപ്പെട്ടു. അവിടുന്ന് തന്നെ ഒരു വിവാഹം കഴിച്ചു. 3 കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുത്തു. അതിലേറ്റവും ഇളയാളാണ് എൻ്റെ വൈഫ്. ഒരു സ്തോത്രം പറഞ്ഞു. സ്തോത്രം. എനിക്ക് തോന്നുന്നു എന്നേക്കാൾ സാക്ഷ്യം പറയാൻ മേടിക്കുക കുറച്ചും കൂടെ അവളാണ് നല്ലത്. സ്തോത്രം. താൻ സാക്ഷ്യം പറഞ്ഞ് അതിൻ്റെ പരിസമാപ്തിയിലേക്ക് എത്തുമ്പോൾ താൻ പലപ്പോഴും സാക്ഷ്യത്തിലെടുത്ത് പറയുന്നൊരു വാക്കുണ്ട്, എൻ്റെ 3-ാമത്തെ വയസ്സിൽ എൻ്റെ പപ്പ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു പോയി. എൻ്റെ വൈഫിൻ്റെ 3-ാമത്തെ വയസ്സിൽ തൻ്റെ പപ്പ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു പോയി. സ്തോത്രം. പക്ഷെ പോകുന്നതിനേക്കാൾ മുമ്പ് എൻ്റെ പപ്പ എനിക്ക് തന്ന ഏറ്റവും വലിയൊരു സമ്പാദ്യമുണ്ട്. ഞാൻ ആദ്യമായിട്ടൊക്കെ സാക്ഷ്യം കേൾക്കുമ്പോൾ എൻ്റെ മനസ്സുകൊണ്ട് ചിന്തിക്കും, ഇവിടെ പപ്പ ഇവൾക്ക് കൊടുത്ത സമ്പാദ്യം എന്താ, വീടാണോ വണ്ടിയാണോ? അവസാനം താൻ പറയും, എൻ്റെ പപ്പ എനിക്ക് തന്ന ഏറ്റവും വലിയ സമ്പാദ്യം ആരെ ആരാധിക്കണം, ആരെ ആരാധിക്കരുത്, ജീവനുള്ളൊരു ദൈവത്തെ, കർത്താവിനെ കണ്ടെത്താൻ എൻ്റെ പപ്പ എന്നെ പറഞ്ഞ് പഠിപ്പിച്ചതാ. ഇന്ന് രാത്രി യോഗത്തിനകത്തിരിക്കുന്ന സകല പ്രിയപ്പെട്ടവരോട് ഞാൻ പറയാം, നീ ആരാകുന്നു കർത്താവ് എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ കർത്തൃത്വം ഏറ്റെടുക്കുന്ന ഒരു ദൈവത്തെ കണ്ടെത്തിയാൽ പിന്നെ ഞാൻ ഇരിക്കുന്ന സ്ഥലത്ത് കിടക്കരുത്, എൻ്റെ മനസ്സിനൊരു മാറ്റമുണ്ടാകണം. അതിന് ബൈബിൾ വിളിച്ചു പേരാണ് മാനസാന്തരം എന്ന് പറയുന്നത്. ഒന്നാമത്തെ എഴുന്നേൽപ്പ് മാനസാന്തരത്തിനുള്ള എഴുന്നേൽപ്പ്. എന്നാൽ രണ്ടാമത്തെ എഴുന്നേൽപ്പ് 9-ാമത്തെ അധ്യായം തന്നെ അതിൻ്റെ 34-ാമത്തെ വാക്യത്തിൽ ദൈവത്തെ കണ്ടെത്തിയവന്റെ രണ്ടാമത്തെ എഴുന്നേൽപ്പ്. 34-ാമത്തെ വാക്യത്തിൽ അവിടെ പക്ഷവാതം പിടിച്ച് 8 സംവത്സരമായി കിടപ്പിലായിരുന്ന ഐനിയാസ് എന്ന് പേരുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. പത്രോസ് അവനോട്, ഐനിയാസെ, യേശു ക്രിസ്തു നിന്നെ സൗഖ്യമാക്കുന്നു, എഴുന്നേറ്റ് യേശുവിനെ കണ്ടെത്തുക. അവൻ ഈ കിടക്കുന്ന കിടപ്പിൽ കിടന്നുകൊണ്ട് ഒരു രോഗിയായ മനുഷ്യൻ യേശുവിനെ കണ്ടെത്തുമ്പോൾ അടുത്ത വാക്ക് പത്രോസ് പറയുക, ഇനി നീ ഇവിടെ കിടക്കണ്ട, നീ എഴുന്നേൽക്കണം, നിനക്കായി തന്നെ കിടക്ക വിരിക്കണം. അർത്ഥം എന്നാണെന്നറിയാമോ? യേശുവിനെ കണ്ടെത്തിയവന്റെ 1-ാമത്തെ എഴുന്നേൽപ്പ് മാനസാന്തരത്തിന്റെ എഴുന്നേൽപ്പാണെങ്കിൽ ദൈവത്തെ കണ്ടെത്തിയവന്റെ 2-ാമത്തെ എഴുന്നേൽപ്പ് ഈ വാക്യം പറയുക, അവന്റെ ശരീരത്തിന്റെ രോഗങ്ങളെ കുടഞ്ഞു കളഞ്ഞിട്ട് അവൻ ഇന്ന് രാത്രി എഴുന്നേൽപ്പുണ്ട്. എന്തോ ഇന്ന് രാത്രി ഞാനത് പറയുമ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് ഇങ്ങനെ പറയുക, വിശ്വസിക്കാമെങ്കിൽ നിന്റെ ശരീരത്തിന്റെ ഉച്ചി മുതൽ ഉള്ളങ്കാല് വരെ ഒഴുകുന്ന സകല രോഗത്തിന്റെ കെട്ടുകളെയും ഇന്ന് രാത്രി എൻ്റെ കർത്താവ് അടിവേര് പറിച്ച് ദൂരെ കളഞ്ഞിട്ട് നിന്റെ ശരീരത്തിന്റെ സകല രോഗത്തെയും അഴിക്കാൻ ജീവനുള്ളൊരു ദൈവത്തെ കണ്ടെത്തിയവൻ പിന്നെ രോഗത്തിനകത്ത് കിടക്കത്തില്ല. ജീവനുള്ളൊരു ദൈവത്തെ കണ്ടെത്തിയവൻ പിന്നെ ശാപത്തിനകത്ത് കിടക്കത്തില്ല. അവൻ ഇന്ന് രാത്രി ഒരു എഴുന്നേൽപ്പുണ്ട്. എന്തോ ഇന്ന് രാത്രി അത് ആവർത്തിച്ച് ഞാൻ പറയുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി എന്നോട് വിശ്വസിച്ച് പറയുന്നു, ഈ യോഗം തീരുന്നതിനേക്കാൾ മുമ്പ് ഇതിനകത്ത് ചിലരുടെ മേലൊരു ശാരീരിക വിടുതലിനെ എഴുന്നേൽപ്പിക്കാൻ എൻ്റെ ദൈവത്തിന് കഴിയോ? ഒരുപക്ഷെ അത് ഇന്ന് രാത്രി നീയാണെങ്കിൽ വിശ്വസിച്ച് ഇന്ന് രാത്രി സ്തോത്രം പറ. ആ ശരീരത്തിന്റെ സകല രോഗത്തെയോ ഇന്ന് രാത്രി എൻ്റെ ദൈവം സൗഖ്യമാക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. രാവിലെ എഴുന്നേറ്റൊരു നല്ല ബെഡ് കോഫി കുടിക്കുന്നതിനേക്കാൾ മുമ്പ് കണ്ണ് തിരുമി ഉറങ്ങി എഴുന്നേറ്റ് വരുമ്പോ നീ തൈറോയിഡിന്റെ ടാബ്ലറ്റ് തപ്പിക്കൊണ്ടല്ലയോ വരുന്നത്. ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ ആ തൈറോയിഡിന്റെ അസ്വസ്ഥതകൾ അവൻ അടിച്ചു ദൂരെ കളയാ. ജീവനുള്ളൊരു ദൈവത്തെ കണ്ടെത്തുവൻ പിന്നെ രോഗത്തിനകത്ത് കിടക്കത്തില്ല. അവൻ ഇന്ന് രാത്രി ഒരു എഴുന്നേൽപ്പുണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്നവർ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി പ്രാർത്ഥിച്ചിട്ട് വരാ. ആ സൗഖ്യം ഇന്ന് രാത്രി എന്റെ ശരീരത്തിനകത്ത് വ്യാപരിക്കുകയാണ്. രക്തത്തിന്റെ ശക്തി ഇന്ന് രാത്രി ചലിക്കട്ടെ. ഇന്ന് രാത്രി ഞാൻ ആ വാക്ക് പറയുമ്പോൾ ഈ പന്തലിനകത്ത് ഈ ഗ്രൗണ്ട് സ്ഥലത്ത് മാത്രമല്ല, ഈ ശബ്ദം പുറത്തേക്ക് പോകുന്ന ദേശത്തിന്റെ വടക്ക് കിഴക്ക് തെക്ക് പടിഞ്ഞാറ് യേശുവിന്റെ നാമത്തിൽ ശരീരത്തെ ബന്ധിച്ച സകല രോഗത്തെയോ അടിച്ചു കളയാൻ മരുന്നിന് പറ്റത്തില്ല. മെഡിക്കൽ സയൻസിന് പരിമിതികളുണ്ട്. അവിടെയാണ് ഡോക്ടർ കൈമലർത്തി പറയുന്നത്, ഞങ്ങൾ ചെയ്യേണ്ടതൊക്കെ ചെയ്തു, ഇനി നീ പ്രാർത്ഥിച്ചോളാനാ പറയുന്നത്. അത് തന്നെയാ ഇന്ന് രാത്രി ഒരു സുവിശേഷകൻ എന്ന രീതിയിൽ ഞാനും പറയുന്നത്. അവര് ചെയ്യേണ്ടതൊക്കെ ചെയ്തു. എന്നാൽ ഇന്ന് രാത്രി നിനക്ക് രോഗക്കിടക്കയെന്ന് എഴുന്നേറ്റ് വരണമെങ്കിൽ യേശു എന്ന കർത്താവിനെ ഇന്ന് രാത്രി നീ കണ്ടെത്തണം. ഐനിയാസേ, ഇനി നീ അവിടെ കിടക്കരുത്. ഗെറ്റ് എ പ്രൈസ്. ഇന്ന് രാത്രി നീ എഴുന്നേറ്റു വാ. വിശ്വസിക്കുന്നവർ കരമടിച്ചോ, കരമുയർത്തിയോ ശക്തിയോടെ
മഹത്വം ഇന്ന് രാത്രി ഞങ്ങളുടെ ദേശത്തിനകത്ത് ചലിക്കട്ടെ. ഈ ദേശത്തിനകത്ത് രോഗികളെ ഇന്ന് രാത്രി കർത്താവ് തൊടണം. അവൻ ഉപദ്രവമേറ്റ കർത്താവ്, അവന്റെ അടിപ്പിണരുകളാൽ ഇന്ന് രാത്രി നിനക്ക് സൗഖ്യമുണ്ട്. യേശു ക്രൂശിലേറിയപ്പോ നിന്റെ മനസ്സിന് മാറ്റമുണ്ടാകാൻ അവൻ ഇന്ന് രാത്രി ക്രൂശിലേറിയത്. എന്നാൽ രണ്ടാമത്തെ എഴുന്നേൽപ്പ് അവന്റെ അടിപ്പിണരുകളാൽ നിനക്ക് സൗഖ്യമുണ്ട്. ശരീരത്തിന്റെ വിടുതലിന് വേണ്ടി അവൻ ഇന്ന് രാത്രി ഉപദ്രവമേറ്റെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്നവർക്കായി സ്തോത്രം. വിശ്വാസത്തിനകത്ത് വന്ന് കുറച്ചു മാസം കഴിഞ്ഞപ്പോൾ എന്നെ ചേച്ചിയുടെ ശരീരത്തിനകത്ത് രോഗം കണ്ടത്. ഞാനതിന് രോഗം എന്നല്ല വിളിക്കുന്ന സ്പിരിറ്റ്, അത് രോഗത്തിന്റെ ബാധയെ. ആമേൻ സ്തോത്രം. ശരീരത്തിനകത്ത് നിന്ന് രക്തം വരും, അത് ഡ്രസ്സിനകത്തൊക്കെ കയറി പിടിക്കും. ആമേൻ എൻ്റെ മുന്നേ പ്രിയപ്പെട്ടവരെ, ആമേൻ പിന്നത്തേതിലെ മെഡിക്കൽ റിപ്പോർട്ടുകളൊക്കെ ഞങ്ങൾക്ക് വളരെ പ്രതികൂലമാണ്. ആ സമയത്താണ് എൻ്റെ മാതാവ് ആമേൻ പ്രാർത്ഥിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ വേദപുസ്തകം തുറന്നിങ്ങനെ കണ്ണടച്ചിട്ട് ആമേൻ യേശുവേ നീ എന്നോടൊന്ന് സംസാരിക്കാവോ എന്ന് പറഞ്ഞ് കണ്ണടച്ചിതിങ്ങനെ തുറക്കുക. ഇത് തുറന്നപ്പോൾ പെട്ടെന്ന് തൻ്റെ കണ്ണിനകത്തൊരു വാക്യം കണ്ട്. വാക്യം, രക്തസ്രാവമുള്ളവൾ. അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊട്ടപ്പോ അവളെ രക്തസ്രാവം നിന്നുപോയി. എന്റെ മാതാവിന്റെ ഒരു കാര്യം മനസ്സിലായി. എന്റെ യേശു ഏതൊരു രോഗത്തെയും കൈപിടിച്ച് അതിന്റെ നടുവിൽ നിന്നും ആ രോഗിയെ എഴുന്നേൽപ്പിക്കാൻ എന്റെ ദൈവത്തിന് കഴിയും. ഈ വാക്യം കണ്ടപ്പോൾ എന്റെ മാതാവ് ചെയ്ത കാര്യം, എന്റെ ചേച്ചിയെ പിടിച്ച് റൂമിനകത്ത് കൊണ്ടുവന്ന് ഡോർ ലോക്ക് ചെയ്തു. പ്രാർത്ഥിക്കാൻ വേണ്ടിയിരുന്നു. ഒരു കരം വാക്യത്തിന്റെ മുകളിലും മറുകരം എന്റെ സഹോദരിയുടെ മണ്ടയ്ക്കും വെച്ചുള്ള പ്രാർത്ഥന. ആമേൻ. ഇന്ന് രാത്രി ഞാനൊരു കാര്യം പറയട്ടെ, ഇതൊരു ആത്മീയ യുദ്ധമാ. ഇതിനകത്ത് എന്ത് ചെയ്യിക്കുമെന്ന ദേശത്തിനറിയേണ്ടത്. വിശ്വസിക്കുന്നവർ ഇന്ന് രാത്രി പറയണോ, എന്റെ യേശു എന്ന കർത്തൃത്വം ഏറ്റെടുക്കുന്നവൻ ശരീരത്തിനകത്ത് ഇറങ്ങി വന്നാൽ രോഗം ജയിക്കത്തില്ല, രോഗശാന്തി ഇന്ന് രാത്രി ജയിക്കും. വിശ്വസിക്കുന്നവർക്കായി നന്ദിയോടെ ഇന്ന് രാത്രി ദൈവത്തിന് സ്തോത്രം ചൊല്ലുകയാണ്. അല്പനേരത്തെ പ്രാർത്ഥന കഴിഞ്ഞു. ഈ സമയത്തൊക്കെ ഡോറിനകത്ത് ഭയങ്കര മുട്ടലാണ്. വിശ്വാസ ജീവിതം അറിയാത്ത ഞങ്ങളുടെ രക്തബന്ധങ്ങൾ, എസ്പെഷ്യലി എൻ്റെ മാതാവിൻ്റെ പിതാവിൻ്റെ ഗ്രാൻഡ് ഫാദറൊക്കെ കൊച്ചിനെ ഇറക്കി വിടടി, അവളൊരു പ്രാർത്ഥനക്കാരി. പിന്നെ ഇപ്പം യേശു അങ്ങ് സൗഖ്യമാക്കാൻ പോവല്ലേ. ഈ ഭീഷണിയുടെ സ്വരങ്ങളൊക്കെ ഈ ഡോറിനകത്ത് ഇങ്ങനെ മുട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കരം വിശ്വാസത്താൽ വാക്യത്തിലും മറുകരം എൻ്റെ സഹോദരിയുടെ മണ്ടയ്ക്ക് വെച്ച് പ്രാർത്ഥിക്കുക. അല്പനേരത്തെ പ്രാർത്ഥന കഴിഞ്ഞ് എൻ്റെ മാതാവ് കണ്ണ് തുറന്നു നോക്കി. രക്തമുണ്ടോന്ന് ഇന്ന് രാത്രി സുവിശേഷ യോഗത്തിന്റെ ഒന്നാമത്തെ രാത്രി തികഞ്ഞ അഭിമാനത്തോടും അതിലേറെ സന്തോഷത്തോടും ഞാൻ പറയാം, ഒറ്റ ഡ്രോപ്പ് രക്തം പിന്നെ നാളിതുവരെ തൻ്റെ ശരീരത്തെ കാണാൻ എൻ്റെ ദൈവം സമ്മതിച്ചിട്ടില്ല. എനിക്കിന്ന് രാത്രി വിശ്വാസമാ, ദൈവത്തെ കണ്ടെത്തിയവന്റെ ശരീരത്തിനകത്തുനിന്ന് രോഗത്തെ കുടഞ്ഞു കളഞ്ഞിട്ട് അവന്റെ ശരീരത്തെ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ കർത്തൃത്വം ഏറ്റെടുക്കുന്നവനെ പറ്റുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്നവർ കരമൊന്ന് ഉയർത്തി ശക്തിയോടെ പറഞ്ഞ് ഹല്ലേലൂയ. ഒന്നാമത്തെ എഴുന്നേൽപ്പ് ഒരു മാനസാന്തരത്തിനുള്ള എഴുന്നേൽപ്പ്. രണ്ടാമത്തെ എഴുന്നേൽപ്പ് ശരീരത്തിന്റെ സൗഖ്യങ്ങൾക്കായിട്ടുള്ള എഴുന്നേൽപ്പ്. മൂന്നാമത്തെ എഴുന്നേൽപ്പ് 9-ാമത്തെ അധ്യായത്തിനകത്ത് ഒരു മനുഷ്യൻ ദൈവത്തെ കണ്ടെത്തിയാലുള്ള മൂന്നാമത്തെ എഴുന്നേൽപ്പ്. 9-ാമത്തെ അധ്യായം അതിന്റെ 40-ാമത്തെ വാക്യം വായിക്ക്. പത്രോസ് അവരെയൊക്കെയും പുറത്തിറക്കി മുട്ടുകുത്തി പ്രാർത്ഥിച്ചു ശവത്തിന് നേരെ തിരിഞ്ഞു, തബീതായേ എഴുന്നേൽക്കുക എന്ന് പറഞ്ഞു. എന്താ ഇവിടുത്തെ എഴുന്നേൽപ്പ്? ഇവിടെ തബീത ആന്റിമാരെ, തബീത അങ്ങ് മരിച്ചുപോയി കേട്ടോ. തബീത ചർച്ചിനകത്തുള്ള ഒരു കൊച്ച, അവൾ സൽക്കർമ്മങ്ങൾ ചെയ്തു പോകുന്നവള. പക്ഷെ ദൈവത്തെ കണ്ടെത്തി അവൾ മരണപ്പെട്ടു. മരണപ്പെട്ടവളെ നോക്കി പ്രാർത്ഥിക്കുന്ന അഭിഷക്തം പറയുക, കർത്തൃത്വം ഏറ്റെടുക്കുന്നവനെ നീ കണ്ടെത്തിയെങ്കിൽ ഇനി നീ മരണത്തിൽ കിടക്കണ്ട, തബീതായേ നീ ഒന്ന് എഴുന്നേറ്റ് വരാൻ പറയുക. ഇന്ന് രാത്രി സുവിശേഷത്തിന് ഒരു അന്തസത്ത ഈ ദേശത്തിന് വേണ്ടി ഞാൻ തുറക്കട്ടെ. ജീവനുള്ളൊരു ദൈവത്തെ കണ്ടെത്തിയാൽ നിന്റെ മനസ്സിനെ മാനസാന്തരത്തിൽ നിന്ന് എഴുന്നേൽപ്പിക്കും അവൻ. പിന്നെ നിന്റെ ശരീരത്തിന്റെ രോഗങ്ങളെ കുടഞ്ഞു കളഞ്ഞിട്ട് ആ കിടക്കകളെ വിട്ട് എഴുന്നേൽപ്പിക്കും അവൻ. എന്നാൽ അതിനേക്കാൾ പ്രാധാന്യതയുള്ള ഒരു എഴുന്നേൽപ്പുണ്ട്. എന്താന്ന് ചോദിച്ചാൽ, 6 അടി മണ്ണിനകത്ത് നീ ഒതുങ്ങിപ്പോയാലോ, 6 അടി മണ്ണിനകത്ത് നീ തീർന്നു പോയാലോ, നിന്റെ ആമേൻ ആത്മാവിനെ കൈപിടിച്ചെഴുന്നേൽപ്പിക്കാൻ എന്റെ ദൈവത്തിന് രാത്രി കഴിയുമെന്ന് പറഞ്ഞാൽ മരണത്തെ നിന്നെ എഴുന്നേൽപ്പിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്നവർ ഇന്ന് രാത്രി യോഗ സ്ഥലത്തിനകത്തുണ്ടോ? അവരെ ഓർത്ത് ഇന്ന് രാത്രി ഞാൻ ദൈവത്തിന് സ്തോത്രം ചൊല്ലുകയാണ്. അതുകൊണ്ടാണ് പറയുന്നത്, കർത്താവ് താൻ ഗംഭീര നാദത്തോടും, അറിയാമെന്നവർ ചേർന്ന് പറഞ്ഞ വാക്യം, കർത്താവ് താൻ ഗംഭീര നാദത്തോടും പ്രധാന ദൈവദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തെ നിറങ്ങി വരുമ്പോ ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. പിന്നെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം രൂപാന്തരപ്പെട്ട് പുറത്തു വരും. കരമുയർത്തി ശക്തിയോടെ പറഞ്ഞ് ഹല്ലേലൂയ. മരണത്തിൽ നിന്നുള്ള എഴുന്നേൽപ്പ് ഭാരതത്തിനകത്തെ ഈടുറ്റ എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നുണ്ട്. ഒരു പ്രത്യേക മതത്തെക്കുറിച്ച് എടുത്തു പറയാനോ ഒന്നിനെയും വിമർശിക്കാനോ അല്ല ഇന്ന് രാത്രി ഞാൻ നിൽക്കുന്നത്. പകരം നമ്മുടെ യേശു മരണത്തെ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കുന്നതിൻ്റെ പ്രാധാന്യത ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ഞങ്ങൾ ബൈബിൾ സെമിനാറിലൊക്കെ പഠിക്കുമ്പോൾ അവിടെ പഠിപ്പിക്കുന്ന അധ്യാപകന്മാർ അല്ലെങ്കിൽ ബൈബിൾ സെമിനാറിലെ പഠിപ്പീരുകളിൽ എടുത്തു പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ഭാരതത്തിനകത്തെ എല്ലാ മതങ്ങളും ഒരുപോലെ സ്ഥാപിക്കുന്നുണ്ട്. മനുഷ്യന് മരണത്തിൽ നിന്ന് ഒരു എഴുന്നേൽപ്പുണ്ട്, അല്ലെങ്കിൽ ഒരു മറുജീവൻ
ജീവനുണ്ട്. സ്തോത്രം. ആകയാൽ ഒന്നാമത്തെ മതത്തിൻ്റെ പഠിപ്പീര് എന്ന് പറയുന്നത് മരിച്ചവൻ്റെ ആത്മാവ് പഞ്ചഭൂതങ്ങളിലേക്ക് പോകും. എന്താ പഞ്ചഭൂതങ്ങൾ? അഗ്നി, ജലം, ആകാശം, വായു, ഭൂമി. മരിച്ചവൻ്റെ ആത്മാവ് പഞ്ചഭൂതങ്ങളിലേക്ക് പോകും. ശേഷം അത് രൂപാന്തരപ്പെട്ട് പുറത്തു വരും. ആ പഠിപ്പീരിന് അവരിട്ടിരിക്കുന്ന പേര് പുനർജനനം. നല്ല ടീച്ചിങ് ആണ്. ഭാരതത്തിന് ഈടുറ്റൊരു മതത്തിൻ്റെ പഠിപ്പീരാണ്. അതവിടെ നിൽക്കട്ടെ. രണ്ടാമത്തെ ഭാരതത്തിൻ്റെ മതത്തിൻ്റെ പഠിപ്പീര് മരിച്ചവൻ്റെ ആത്മാവ് ഇമ്പങ്ങളുടെ പറുദീസയിലേക്ക് ചെല്ലും. ആമേൻ, സ്തോത്രം. ആകയാൽ സൽസബീൽ എന്ന് പറയുന്നൊരു നദീതീരത്തിനകത്ത് അവൻ വെള്ളമൊക്കെ കുടിക്കും, അവൻ്റെ ദാഹമൊക്കെ മാറും എന്ന് പഠിപ്പിക്കുന്ന, മരിച്ചവൻ്റെ ആത്മാവിനൊരു ജീവനുണ്ടാകും എന്ന് പഠിപ്പിക്കുന്ന ഭാരതത്തിലെ രണ്ടാമത്തെ മതം. എന്നാൽ ഭാരതത്തിനകത്ത് മൂന്നാമത്തെ മതം പഠിപ്പിക്കുക മരിച്ചവൻ്റെ ആമേൻ, സ്തോത്രം, ആത്മാവ് അവൻ അത് യാതന സ്ഥലത്ത് പോയാലും ആമേൻ ഇമ്പങ്ങളുടെ പറുദീസയിൽ പോയാലും സാരമില്ല. സാധാരണ ഭൂമിയിൽ അവരുടെ രക്തബന്ധങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പ്രത്യേക ചില പ്രാർത്ഥനകളൊക്കെ വഴി അഥവാ യാതന സ്ഥലത്ത് പോയാലും അതിനെ തിരിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ പറ്റും എന്ന് പഠിപ്പിക്കുന്ന മൂന്നാമത്തെ മതവിഭാഗത്തിൻ്റെ പഠിപ്പീര്. എന്നാൽ നാലാമത്തെ മതത്തിൻ്റെ പേര് എടുത്തു പറയുന്നതിൽ തെറ്റില്ലെന്നാണ് എൻ്റെ ചിന്ത. കാര്യം അത് ഭാരതത്തിലധികം സുലഭമല്ല മതം. അത് പാർസികളുടെ വിശ്വാസമാണ്. പാർസികളുടെ വിശ്വാസം നിങ്ങൾ കേൾക്കണം. മരിച്ചവൻ്റെ ശവശരീരം അവർ കുഴിച്ചിടത്തില്ല. മരിച്ചവൻ്റെ ശരീരം അവർ ദഹിപ്പിക്കത്തില്ല. പകരം അവർ കഴുകന്മാർക്ക് തിന്നാനിട്ട് കൊടുക്കും. കരമൊന്ന് ഉയർത്തി ഹല്ലേലൂയ പറയാമോ? എന്തിനാ സ്വോത്രം പറഞ്ഞത് മനസ്സിലായോ? പാസ്റ്റർ ഇത്രയും ദൂരം വന്നിട്ടൊരു സ്വോത്രം പറയാൻ പറഞ്ഞില്ലേ, എന്നെ മോശ പാസ്റ്റേ എന്ന് ചിന്തിച്ച് പറഞ്ഞതല്ല. പാർസിയായിട്ട് ജനിക്കാത്തതിനായി ഒരു സ്വോത്രം പറഞ്ഞേ. സ്വോത്രം. ഈ പുട്ടി അടിച്ചുകൊണ്ടിരിക്കുന്ന ശരീരമൊക്കെ കഴുകന്മാരെ കൊത്തിപ്പറിച്ചേനെ. അവരിങ്ങനെ കുഴിച്ചിടത്തില്ല, അവരിങ്ങനെ ദഹിപ്പിക്കത്തില്ല. ശവശരീരം കഴുകന്മാർക്ക് തിന്നാനിട്ട് കൊടുക്കും. അത് കഴുകന്മാർ കൊത്തിപ്പറിക്കും. അവസാനം അസ്ഥികൾ അവശേഷിക്കും. ശേഷിക്കുന്ന അസ്ഥികൾ അവർ താഴ്വരയ്ക്കകത്ത് കൊണ്ടുവന്ന് നിക്ഷേപിക്കും. കൃത്യം 1001 വർഷങ്ങൾ കഴിയുമ്പോൾ ഈ ശരീരം ഈ അസ്ഥികൾ രൂപാന്തരപ്പെടും. ഇതിനകത്ത് ശ്വാസം വരും, ഇതിനകത്ത് ത്വക്ക് വരും, ഇതിനകത്ത് മാംസം വരും. ഇത് ഇവരുടെ പൂർവ്വപിതാവായി താഴ്വാരത്തിൽ നിന്നും വീണ്ടും ഉയർത്തെഴുന്നേറ്റ് വരും. ഇതാണ് പാർസികളുടെ വിശ്വാസം. ഇങ്ങനെ വ്യത്യസ്തമായ മതവിഭാഗങ്ങളാണ് നമ്മുടെ ആർഷഭാരതത്തിനകത്തുള്ളത്. എൻ്റെ ചോദ്യം, പാസ്റ്റർ എന്തേ നിങ്ങളുടെ യേശു പഠിപ്പിച്ചിട്ടുണ്ടോ? എന്ത്? മരണത്തെ എന്നൊരു എഴുന്നേൽപ്പുണ്ട് പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. എന്താ പാസ്റ്റർ അതിൻ്റെ പേര്? അതിൻ്റെ പേര് പുനരുത്ഥാനം. ഒരു ഹല്ലേലൂയ പറയാമോ? അപ്പോഴും ഒരു ചോദ്യം വന്നു. എന്താ? ആമേൻ പാസ്റ്റർ, പേരല്ലേ മാറിയുള്ളൂ? എല്ലാവരും പഠിപ്പിക്കുന്നത് മരണത്തെ എന്ന് എഴുന്നേൽപ്പുണ്ട്, നിങ്ങളും പഠിപ്പിക്കുന്നു, പേരല്ലേ മാറിയുള്ളൂ? അല്ല, ഇവിടെ ഒരു കൊച്ചു വ്യത്യാസമുണ്ട്. എന്താണ്? നമ്മളെ യേശു കർത്താവ് പുനരുത്ഥാനം ഉണ്ട് എന്ന് പഠിപ്പിച്ചത് ഇതിഹാസത്തെ ആസ്പദമാക്കിയല്ല, ഇസത്തെ ആസ്പദമാക്കിയല്ല. എൻ്റെ കർത്താവ് പുനരുത്ഥാനം ഉണ്ട്. മരിച്ചവൻ്റെ മരണശേഷം മരിച്ചവനൊരു പുനരുത്ഥാനമുണ്ട് എന്നെ യേശു പഠിപ്പിച്ചത് തൻ്റെ സ്വന്തം ജീവിതത്തിനകത്തൂടെ 6 അടി മണ്ണിനകത്ത് കല്ലറയ്ക്കകത്ത് ഒതുക്കി വെക്കാൻ എന്നെ യേശുവിനെ ശ്രമിച്ചിട്ടു മരണത്തിന്റെ കെട്ടുപൊട്ടിച്ച് പാതാളത്തിന്റെ വിഷമുള്ളിനെ തകർത്ത് ഹേ മരണമേ നിന്റെ ജയമെവിടെ, ഹേ മരണമേ നിന്റെ വിഷമുള്ളവിടെ എന്ന് പറഞ്ഞ് പടയാളികൾ മാറി മാറി കാവൽ നിന്നിട്ടു എൻ്റെ യേശു കർത്താവ് വാഗ്ദത്തത്തിന്റെ 3-ാമത്തെ ദിവസം മരണത്തെ ജയിച്ചുയർത്തെഴുന്നേറ്റെങ്കിൽ എൻ്റെ കർത്താവ് അത് തെളിയിച്ച ചരിത്ര യാഥാർത്ഥ്യമാ. മരിച്ചവന്റെ മരണശേഷം ഒരു പുനരുത്ഥാനമുണ്ട്. ഇന്ന് രാത്രി കർത്താവിനെ കണ്ടെത്തിയ നീയും ഈ ലോകം കൊണ്ട് ഒതുങ്ങത്തില്ല. നിനക്ക് ഇതിന് ശേഷം ഒരു ജീവിതമുണ്ട്. അതാണ് ഇന്ന് രാത്രി ഇവിടെ പ്രസംഗിക്കുന്ന സുവിശേഷത്തിന്റെ അന്തസത്ത. ഈ ഭൂമിയിൽ നിന്റെ ജീവിതം തീരത്തില്ല ബ്രദറെ. കർത്താവിനെ ഇന്ന് രാത്രി കണ്ടെത്തിയാൽ കോടാനുകോടി വർഷങ്ങൾ ഇന്ന് രാത്രിയിൽ നിനക്കൊരു ജീവിതമുണ്ട്. വിശ്വസിക്കുന്നവർ കരമുയർത്തി ശക്തിയോടെ പറഞ്ഞ് ഹല്ലേലൂയ. അല്ല തന്നെ ഇവിടെ എത്ര നാൾ ജീവിക്കാമെന്ന എന്താ നമ്മുടെ ചിന്ത? ഇവിടെ എത്ര നാൾ ജീവിക്കാം? ബൈബിൾ പറയുന്ന കണക്ക് 70, അങ്ങനല്ലേ പാസ്റ്റേ? 70 ഏറെയായ 80. അത് കഴിഞ്ഞ് ജീവിക്കുന്നവരില്ലയോ പാസ്റ്റേ? ഉണ്ടല്ലോ. 99 വയസ്സുള്ള ഒരു അമ്മച്ചിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുമ്പ്. ഒരു സ്വോത്രം പറഞ്ഞേ. അപ്പോൾ ബൈബിളിലെ കണക്ക് തെറ്റിയോ? കണക്ക് തെറ്റിയില്ല. അടുത്ത വാക്യം ശ്രദ്ധയ. 70 ഏറെയായാൽ 80. അടുത്തത് അത് കഴിഞ്ഞാൽ പിന്നെ കഷ്ടവും അതിനേക്കാളും നല്ലത് അതിന് മുമ്പിട്ടങ്ങ് മേളിലോട്ട് പോകുന്നതാണ്. സ്തോത്രം. ഞങ്ങളുടെ ചർച്ചിൽ ഇന്നേക്ക് കുറച്ച് നാളുകൾക്ക് മുമ്പ് ചർച്ചിൻ്റെ യൂത്ത് വിങ് അവരുടെ യൂത്ത് മീറ്റിങ്ങിൻ്റെ പ്രോഗ്രാം നടക്കുക. അപ്പോൾ അവർക്ക് സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങൾക്കൊരു ഗെയിം ഉണ്ടായിരുന്നു. ആ ഗെയിം എന്ന് പറഞ്ഞാൽ വയസ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്ന കളിയാണ്. സ്തോത്രം. കാൽക്കുലേറ്റ് ചെയ്യാൻ അവർ തിരഞ്ഞെടുത്തത് എന്നെയാണ്, പാസ്റ്ററായ എന്നെയാണ്. എൻ്റെ അടുത്ത് അവർ ചോദിച്ചു, പാസ്റ്റർ അച്ഛന് ഇപ്പോൾ എത്ര വയസ്സായി? എൻ്റെ വയസ്സ് പറയാൻ നാണക്കേടുള്ള ഒരാളല്ല ഞാൻ പറഞ്ഞു എനിക്ക് 35ആയി. ഓക്കെ, പാസ്റ്റർ 70 വയസ്സ് വരെ ജീവിക്കുമെന്ന് ചിന്തിക്കുക. അത്രയൊക്കെ പോകുമെന്ന് അറിയത്തില്ല. ഇപ്പം തന്നെ വയറൊക്കെ ഇറങ്ങി. ഒരു സ്വോത്രം പറഞ്ഞേ. സ്തോത്രം. പാസ്റ്റർ അച്ഛൻ എന്നാലും ഒരു 70 വയസ്സ് വരെ ജീവിക്കുമെന്ന് ചിന്തിക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള വർഷം ഇനി ഇത്രയല്ലേ? 35 - 70 ബാക്കി ഇത്രയല്ലേ? ഓക്കെ, അതിനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഇൻറ്റു 365 ദിവസങ്ങൾ കൊണ്ട് കാൽക്കുലേറ്റ് ചെയ്യാം. അച്ഛാ എൻ്റെ ചങ്കിൻ്റെ ഇടുപ്പ് കൂടി അച്ഛാ. അവർ കാൽക്കുലേറ്റ് ചെയ്തിട്ട് എന്നോട് പറയും എനിക്ക് 13,000 ദിവസം പോലും ഇല്ലെന്ന്. സ്തോത്രം. നിങ്ങൾ ഒത്തിരി ചിരിക്കണം. നിങ്ങൾക്ക് അത്രയും പോലും ഇല്ല. നിങ്ങൾക്ക് കഷ്ടിച്ചൊരു 6,000 ദിവസം കാണും. സ്തോത്രം. ആ പ്രായമുള്ള അമ്മച്ചിമാരെ, തലനരച്ച അമ്മച്ചിമാരൊക്കെ ഇല്ലേ, നിങ്ങൾക്കൊരു കഷ്ടിച്ച് 3,000 ദിവസം കാണും അമ്മച്ചിമാരെ. സ്തോത്രം.
എന്തിനാ കിടന്ന് ഒത്തിരി മസിൽ പിടിക്കുന്നേ? എന്തിനാ കിടന്ന് ഇവിടെ ഒത്തിരി വെട്ടിപ്പിടിക്കാൻ ഓടുന്നേ? അപ്പുറത്തവൻ്റെ മണ്ണ് എൻ്റെ മണ്ണാകണം, അപ്പുറത്തവൻ്റെ പോക്കറ്റിലെ പണം എൻ്റെ പോക്കറ്റിലാകണം, അപ്പുറത്തവൻ വണ്ടി മേടിച്ചു എനിക്ക് വണ്ടി മേടിക്കണം. ഒത്തിരി കിടന്ന് വെട്ടിപ്പിടിക്കാൻ ഓടണ്ട, മസിൽ പവർ കാണിക്കേണ്ട. മതത്തിൻ്റെ പേരിൽ, വർഗത്തിൻ്റെ പേരിൽ, വർണ്ണത്തിൻ്റെ പേരിൽ ഇവിടെ മനുഷ്യനെ രണ്ട് തട്ടാക്കി എന്നിട്ട് തിരിക്കേണ്ട അതിനുള്ള സമയമൊന്നും ഇല്ല. ഒത്തിരി നാൾ ഈ ഭൂമിയിലില്ല. പക്ഷേ ഈ ബൈബിൾ തൊട്ട് ഇന്ന് രാത്രി ഞാൻ അഭിമാനത്തോടൊരു കാര്യം പറയാം. ഇതിനകത്തിരിക്കുന്ന നമ്മുടെ പ്രത്യാശ എന്നാണെന്നറിയാമോ? ഈ ഭൂമി കൊണ്ട് നമ്മുടെ ജീവിതം ഒതുങ്ങുകയില്ല. യേശു എന്ന കർത്താവിനെ കണ്ടെത്തിയാൽ അവന് മരണത്തിന് ശേഷം ഒരു എഴുന്നേൽപ്പുണ്ട്. വിശ്വസിക്കുന്നവർക്കായി ദൈവത്തിന് സ്തോത്രം ചൊല്ലുകയാണ്. നിൽക്കട്ടെ, ഒരു ദൈവത്തെ കണ്ടെത്തിയാലുള്ള 3 എഴുന്നേൽപ്പുകളാണ് ഞാൻ ഈ പ്രാരംഭ സഭയിൽ നിങ്ങളോട് പറഞ്ഞത്. എന്നാൽ ഇന്ന് രാത്രി ഇനി ഞാൻ പറയാൻ പോകുന്ന ഭാഗങ്ങൾ ഈ മെസ്സേജിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കണം. ആമേൻ, സ്തോത്രം. കർത്താവേ, നീ ആരാകുന്നു എന്ന് ചോദിക്കുക. എൻ്റെ പ്രസംഗത്തിന് ഒരു കൊച്ചു ഹെഡിങ് ഇടുകയാണെങ്കിൽ ഞാൻ ഇങ്ങനെ പറയും, ആമേൻ, ദൈവത്തെ കണ്ടെത്തുക. അടുത്തിരിക്കുന്ന ആളെ കയ്യൊക്കെ പിടിച്ച് ചിരിച്ചുകൊണ്ട് പറഞ്ഞാട്ടെ, ദൈവത്തെ കണ്ടെത്തുക. പോരാ, ചിരിച്ചുകൊണ്ട് പറഞ്ഞാട്ടെ, ദൈവത്തെ കണ്ടെത്തുക. ജീവനുള്ളൊരു ദൈവത്തെ കണ്ടെത്തുക. സ്തോത്രം. ഞാൻ ഈ ദൈവത്തെ കണ്ടെത്തുക എന്നുള്ള വിഷയത്തിൽ നിന്നും ദൈവത്തെ കണ്ടെത്തുവാൻ ഉള്ള വിഷയത്തിനകത്തും 4 ഗ്രൂപ്പുകളെ ഞാൻ തരംതിരിച്ച് ഇന്ന് രാത്രി ഈ യോഗം പരിസമാപ്തിയിലേക്ക് കൊണ്ടെത്തിക്കും. ഞാൻ ഈ 4 കാര്യങ്ങൾ പറയുമ്പോൾ ദൈവദാസൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ആത്മനിയോഗത്തോടെ ഇച്ചിരി ലേറ്റായിട്ട് തന്നുകൊണ്ട് 10 വരെ എന്നാണ് പറഞ്ഞേ. 10 വരെ ഒന്നും പോകുന്നത് ശരിയല്ല, ഇത്രയും ചൂടൊക്കെ അല്ലേ. ഒരു 10:15 ആകുമ്പോൾ നമുക്ക് യോഗം നിർത്തണം. ഒരു സ്വതന്ത്രം പറഞ്ഞേ, നെഞ്ചത്തോട് ഒരു ഇടിവാൾ പാസ് ചെയ്തു പാസ്റ്റേ, അത്രയൊക്കെ പോകുന്നു. അത്രയൊന്നും പോവില്ല. ഒരു നിശ്ചിത സമയമുണ്ട്. ആ സമയം എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. കഷ്ടിച്ചൊരു 20-22 മിനിറ്റ് മാത്രം. ഇനി എന്നെ ശ്രദ്ധിച്ച് കേൾക്കണം. സ്തോത്രം. ദൈവത്തെ കണ്ടെത്തുക. ഇവിടെ ചോദിക്കുക, നീ ആരാകുന്നു കർത്താവേ? ദൈവത്തെ കണ്ടെത്താനുള്ളൊരു മനുഷ്യൻ്റെ അന്വേഷണം അവിടെ ആരംഭിക്കുക. ഇവിടെ നിർത്തിക്കൊണ്ട് ശാന്തമായിട്ട് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. ദൈവത്തെ കണ്ടെത്തുക എന്നുള്ള ഈ വിഷയത്തിന് മുമ്പേ നിങ്ങൾ ആദ്യം അറിയേണ്ട കാര്യം 4 ഗ്രൂപ്പുകളെയാണ്. ഒന്നാമത്തെ ഗ്രൂപ്പ് ദൈവം ഇല്ല എന്ന് പറയുന്നവർ. ദൈവമില്ല, അവർക്ക് ദൈവത്തെ കണ്ടെത്താൻ ഒരു താല്പര്യമില്ല. അവർ ദൈവം ഇല്ല എന്ന് പഠിപ്പിക്കുന്നവരാണ്. അവരെ നമുക്ക് തൽക്കാലം നിരീശ്വരവാദികൾ എന്ന് പറഞ്ഞ് എഴുതി തള്ളാം. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ഈ ട്രിവാൻഡ്രം ദേശം എന്തുകൊണ്ടും വളരെ മനോഹരമാണ്. അറിവും അഴകും അല്ലെങ്കിൽ വിദ്യാഭ്യാസവും ഉള്ളവരുള്ള ഈ ദേശത്തിനകത്തുണ്ട്. എങ്കിലും എല്ലാ ദേശത്തിലും ഒരു മൈനോറിറ്റി ഗ്രൂപ്പ് ദൈവം ഇല്ല എന്ന് പഠിപ്പിക്കുന്നവരുണ്ട്. ദൈവമില്ല. സ്തോത്രം. നിരീശ്വരവാദിയായ ഒരു മനുഷ്യൻ ഒരിക്കൽ തൻ്റെ സ്നേഹിതനായ ഒരു സഹോദരൻ്റെ ഓഫീസ് റൂമിനകത്തേക്ക് കയറി ചെന്നു. സ്തോത്രം. കുറേ നേരം ഇരുന്ന് അദ്ദേഹം സംസാരിക്കുന്ന സമയത്ത് ആമേൻ, ഈ വന്ന അതിഥിയായിരിക്കുന്ന മനുഷ്യൻ്റെ മനസ്സിനകത്ത് ഏറ്റവും വലിയ ചിന്ത ദൈവമില്ല. അദ്ദേഹം ഒരു നിരീശ്വരവാദിയാണ്. അകൽ കുറേ നേരം ഈ സംസാരിച്ചും എടുത്തു വന്നപ്പോൾ ആ ഓഫീസിൻ്റെ ഉടമസ്ഥനായിരിക്കുന്ന മനുഷ്യൻ ദൈവത്തെ, സാക്ഷാൽ ജീവനുള്ള ദൈവത്തെ വിശ്വസിക്കുന്ന ഒരു മനുഷ്യനാണ്. കുറച്ചു നേരം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇവരുടെ ഇടയിൽ തർക്കങ്ങൾ വന്നു, വാദങ്ങൾ വന്നു. എത്രയേറെ സംസാരിച്ചിട്ട് തന്നെ സ്നേഹിതനോട് ദൈവം ഉണ്ട് എന്ന് പറഞ്ഞ് പഠിപ്പിക്കാൻ കഴിയുന്നില്ല. ഓരോ വാക്കുകൾ പറയുമ്പോഴും അദ്ദേഹം തർക്കിക്കുക, ഇല്ല, ദൈവമില്ല. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, ഈ ഭൂമി ഉണ്ടായത് ഒരു പൊട്ടിത്തെറിയിലൂടെയാണ്. അങ്ങനെയൊക്കെ പഠിപ്പിക്കുന്നവർ ഇന്നും നമ്മുടെ നടുവിലുണ്ടല്ലോ. ഈ ഭൂമി ഉണ്ടായത് ഒരു പൊട്ടിത്തെറിയിലൂടെയാണ്. ഒരു സ്പാർക്ക് മുഖാന്തരം ഈ ഭൂമി ഉണ്ടായി. ആമേൻ. എന്തെല്ലാം കാര്യങ്ങൾ സംസാരിച്ചിട്ടും അദ്ദേഹം ഇതിനകത്ത് തന്നെ ഉറച്ചു നിൽക്കുകയാണ്. അപ്പോൾ അടുത്ത ചോദ്യം, മനുഷ്യനുണ്ടായത് ഈ കുരങ്ങ് പരിണമിച്ചാണ്. വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ. ഇതെല്ലാം ഇങ്ങനെ സംസാരിച്ചു വരുന്ന കൂട്ടത്തിൽ സംസാരം ഏകദേശം പരിസമാപ്തിയിലേക്ക് എത്തി. അദ്ദേഹം ഇറങ്ങാൻ നേരം പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിലൊരു കാര്യം പെട്ടു. നിരീശ്വരവാദിയുടെ ശ്രദ്ധയിൽപ്പെട്ട കാര്യം, ഈ ഇരുന്ന ഓഫീസ് റൂമിൻ്റെ ടേബിളിനകത്ത് ഒരു കൊച്ചു ഗ്ലോബ് ഇരിക്കുക, കറങ്ങുന്നൊരു ഗ്ലോബ് ഇരിക്കുക. അദ്ദേഹത്തിന് അത് വല്ലാതെ ഇഷ്ടപ്പെട്ടു. അദ്ദേഹം പറഞ്ഞു, ബ്രദറെ, സ്നേഹിത, നീ ഈ ഗ്ലോബ് എവിടെ നിന്നാണ് മേടിച്ചത്? അദ്ദേഹം പറഞ്ഞു, ഈ ഗ്ലോബ് ഞാൻ മേടിച്ചതല്ല, ഞാൻ ഒരിക്കലും ഈ റൂം അടച്ചിട്ടിട്ട് പോയി. പിറ്റേന്ന് രാവിലെ വന്നപ്പോൾ ഈ റൂമിലൊരു സ്പാർക്ക് ഉണ്ടായി, പെട്ടെന്നൊരു പൊട്ടിത്തെറി ഉണ്ടായി. അങ്ങനെ ഈ ഗ്ലോബ് ഇവിടെ എന്ത് ചെയ്തതാ? വന്നതാ. അദ്ദേഹം ചോദിച്ചു, നീ എന്നെ കളിയാക്കുകയാണോ? അല്ല, സത്യം, റിയലി ഈ ഗ്ലോബ് അങ്ങനെയാണ് ഉണ്ടായത്. അദ്ദേഹം പറഞ്ഞു, അത് നടക്കില്ല. അതെന്താ? അങ്ങനെ ഒരു പൊട്ടിത്തെറിയിലൂടെ ഒരു ഗ്ലോബ് ഉണ്ടാകുമോ? സ്തോത്രം. പിന്നെ എങ്ങനെ ഉണ്ടാകും? തിരിച്ച് നിരീശ്വരവാദിയുടെ മറുപടി, ഈ ഗ്ലോബ് ഉണ്ടാകണമെങ്കിൽ ഇതിൻ്റെ പിറകിൽ ഉണ്ടാക്കിയ ഒരുവൻ്റെ കരമുണ്ടാകണം. സ്തോത്രം. ആ വാക്കിൽ നിന്ന് തന്നെ ഇന്ന് രാത്രി ഞാൻ മറുത്തരം നിങ്ങളോട് പറയാം. ഈ ലോകത്തെയും സകല പ്രപഞ്ചത്തെയും ഉണ്ടാക്കാൻ ഒരുവൻ്റെ കരം ചരിച്ചിട്ടുണ്ട്. ഇല്ല എന്ന് പറയുന്നവർ ഉണ്ട്. അവരെ നിരീശ്വരവാദികൾ എന്ന് പറഞ്ഞ് നമുക്ക് തൽക്കാലം എഴുതി മാറ്റാം. എന്നാൽ ദൈവത്തെ അന്വേഷിക്കുക എന്നുള്ള ഈ വിഷയത്തിൻ്റെ 2ാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത്, ആമേൻ, സങ്കീർത്തന പുസ്തകങ്ങൾ 14-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം. സങ്കീർത്തന പുസ്തകങ്ങൾ 14 അതിൻ്റെ 2-ാമത്തെ വാക്യം. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ, ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ യഹോവ സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുന്നു. അതിന്റെ 1-ാമത്തെ വാക്യം ഒന്നോട് ചേർത്ത് വായിച്ചാൽ നമ്മളിപ്പോൾ പറഞ്ഞ ഭാഗം അതിനകത്തുണ്ട്. 1-ാം വാക്യം, ദൈവമില്ല എന്ന് മൂഢൻ തന്റെ ഹൃദയത്തിൽ പറയുന്നു. അപ്പോൾ 1-ാമത്തെ ഗ്രൂപ്പിലെ ആ വാക്യത്തിൽ തന്നെ നമ്മൾ കണ്ടു, ദൈവം ഇല്ല എന്ന് അവരെ സത്യത്തിൽ ബൈബിൾ അഭിസംബോധന ചെയ്തത് അവരാരാന്നറിയാമോ? ദൈവം ഇല്ല എന്ന്
മൂടൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു. അപ്പം ദൈവം ഇല്ല എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നവരെ ബൈബിൾ അഭിസംബോധന ചെയ്തത് മൂടന്മാരെന്നാണ്. സ്തോത്രം. ഇത് അഭിമന്യുപ്പാസ്റ്ററിൻ്റെ വാക്കാണെങ്കിൽ വേണമെങ്കിൽ കൊണ്ടുപോയി നമുക്ക് പരാതി കൊടുക്കാം, ഞങ്ങളെ മൂടൻ എന്ന് വിളിച്ചു, പക്ഷെ സത്യം മാത്രം പറയുന്ന, പുല്ലുണങ്ങിയാലും പൂവാടിയാലും എൻ്റെ വചനങ്ങൾക്ക് മാറ്റമില്ലെന്ന് പറയുന്ന ബൈബിൾ പറയുന്നു. ദൈവം ഇല്ല എന്ന് പറയുന്നവരെ ബൈബിൾ വിളിച്ച പേരാണ് മൂടൻ. ബൈബിളിനകത്ത് 3 കാരണത്താലാണ് ഒരു മനുഷ്യനെ ദൈവം മൂടൻ എന്ന് വിളിച്ചത്. നിങ്ങൾ എടുക്കണമെന്നില്ല, ഞാൻ ആ വാക്യം അങ്ങ് പറഞ്ഞു വിടാം. ഇരമ്യാവിൻ്റെ പുസ്തകം 5-ാം അധ്യായം 21-ാമത്തെ വാക്യം. കണ്ണുണ്ടായിട്ടും കാണാതെയും ചെവിയുണ്ടായിട്ടും കേൾക്കാതെയും ഇരിക്കുന്ന മൂടന്മാരും ബുദ്ധിഹീനരുമായ ജനമേ ഇത് കേൾപ്പിൻ. അപ്പം ബൈബിൾ ഒന്നാമത് മൂടൻ എന്ന് വിളിച്ചത് കണ്ണുണ്ട് പക്ഷെ കാണത്തില്ല, ചെവിയുണ്ട് കേൾക്കത്തില്ല. ഞാനിവിടെ വന്നപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. മനോഹരമായ സൗണ്ട് സിസ്റ്റം. അവിടെ വണ്ടി ഇട്ടപ്പോൾ എനിക്കൊരു ചെറിയ പേടിയുണ്ടായി. ആ സൗണ്ട് കൊണ്ട് ആ വണ്ടിക്കകത്ത് എന്തെങ്കിലും ഡാമേജ്, അമ്മാതിരി ശബ്ദമാണ്. സ്തോത്രം. ഓക്കെ, മനോഹരമായ ശബ്ദം. ഇനി ഇതുപോലത്തെ 1000 വോൾട്സിൻ്റെ സിസ്റ്റം, 10000 വോൾട്സിൻ്റെ സിസ്റ്റം ചെവിയുടെ കീഴൊക്കെ കൊണ്ടുവച്ചാലും കണ്ണുണ്ട് പക്ഷെ കാണത്തില്ല, ചെവിയുണ്ട് കേൾക്കത്തില്ല. പാസ്റ്റേ, ഇത് സുവിശേഷ യോഗത്തിൻ്റെ 2ാമത്തെ പ്രാവശ്യം. ഇനി 10 യോഗം ഇതേ മണ്ണിൽ നടന്നാലും ഞങ്ങൾ ഇതൊന്നും അനുസരിക്കത്തില്ല. കണ്ണുണ്ട് പക്ഷെ കാണത്തില്ല, ചെവിയുണ്ട് പക്ഷെ കേൾക്കത്തില്ല. അവരെ ബൈബിൾ വിളിച്ച പേരാണ് മൂടന്മാർ. ഇനി ബൈബിൾ 2ാമത് മൂടന്മാരെന്ന് വിളിച്ചത് സദൃശവാക്യം 18-ന്റെ 2ാമത്തെ വാക്യത്തിനകത്താണ്. അവിടെ കിടക്കുന്നത് സദൃശവാക്യം 18-ന്റെ 2. അവിടെ കിടക്കുന്നത് തൻ്റെ മനസ്സ് വെളിപ്പെടുത്തുന്നതിലല്ലാതെ മൂടന് ബോധത്തിൽ ഇഷ്ടമില്ല. നിങ്ങൾ ആ വാക്യം വായിച്ചപ്പോൾ എന്നാ മനസ്സിലായേ? തൻ്റെ മനസ്സ് വെളിപ്പെടുത്തുന്നതിലല്ലാതെ മൂടന് ആമേൻ ബോധത്തിൽ ഇഷ്ടമില്ല എന്ന് വെച്ചാൽ, ഞാനൊരു കൊട്ടാരക്കരക്കാരനാണ്. ഒരു നാടൻ ഭാഷ ഞാൻ കടമെടുത്ത് പറഞ്ഞു കഴിച്ചാൽ, ഞാൻ പിടിച്ച മുയലിന് അത്രയേ ഉള്ളൂ. സ്തോത്രം. തൻ്റെ മനസ്സ് മാത്രമേ പുള്ളി വെളിപ്പെടുത്തുള്ളൂ. സ്തോത്രം. എന്ത് പറഞ്ഞാലും ഞാനാണ് ശരി, ഞാൻ അവൻ ശരിയല്ല, അപ്പുറത്തവൻ ശരിയല്ല, ഇപ്പുറത്തവൻ ശരിയല്ല, പിന്നെ ആരാണ് പാസ്റ്റർ ശരി? ഞാൻ മാത്രമേ ഉള്ളൂ ശരി. തൻ്റെ മനസ്സ് മാത്രമേ പുള്ളി വെളിപ്പെടുത്തുള്ളൂ. ബോധത്തിൽ പുള്ളിക്ക് ഇഷ്ടമില്ല, ബോധം വരുന്നതിൽ പുള്ളിക്ക് താല്പര്യമില്ല. മനസ്സ്. അവരെ ബൈബിൾ വിളിച്ച പേരാണ് മൂടൻ. സ്തോത്രം. എന്നാൽ ബൈബിൾ മൂടൻ എന്ന് 3ാമത് വിളിച്ചത് ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം 20-ാമത്തെ വാക്യം. ലൂക്കോസ് 12-ന്റെ 20. അവിടെ കിടക്കുന്ന ദൈവമോ അവനോട്, മൂടാ, ഈ രാത്രിയിൽ നിന്റെ പ്രാണനെ നിന്നോട് ചോദിക്കും, നീ സമ്പാദിച്ചു വെച്ചതൊക്കെ ആർക്ക്? സ്തോത്രം. വെട്ടിപ്പിടിക്കാൻ വേണ്ടി ഓടുന്ന മനുഷ്യനെ ഒറ്റ രാത്രിയിൽ അവൻ്റെ പ്രാണനെ ദൈവം ചോദിച്ചാൽ, മൂടാ, ഈ രാത്രിയിൽ നീ ഉണ്ടാക്കി വെച്ചതൊക്കെ നശിച്ചു പോകത്തില്ലേ? അത് ആർക്കാന്ന് ചോദിക്കുക. ഇങ്ങനെ ബൈബിൾ 3 തരത്തിലാണ് ഒരു മനുഷ്യനെ മൂടാ എന്ന് വിളിച്ചത്. എന്നാൽ നമ്മളിപ്പോൾ വായിച്ച സങ്കീർത്തനത്തിനകത്ത് കിടക്കുക, ആമേൻ സ്തോത്രം, മൂടൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു. എന്ത് പറയുന്നു? ദൈവമില്ല. അവൻ പറയുന്നത്, ആ വാക്ക് നിങ്ങൾ കണ്ടോ? മൂടൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു, ബുദ്ധിയിലല്ല. ബുദ്ധി കൊണ്ട് അവന് മനസ്സിലായി ദൈവമുണ്ട്, പക്ഷെ ഹൃദയത്തെ പറഞ്ഞ് പഠിപ്പിക്കുക ദൈവമില്ല. എന്തുകൊണ്ടായിരിക്കും മനുഷ്യൻ ദൈവം ഇല്ല എന്ന് പറഞ്ഞ് പഠിപ്പിക്കാൻ കാരണം? 3 കാരണങ്ങൾ ഞാൻ പറയാം. 1, അങ്ങനെ പറഞ്ഞാൽ മാത്രമേ അവന് പാപം ചെയ്യാൻ പറ്റത്തുള്ളൂ. ദൈവം ഇല്ല എന്ന് പഠിപ്പിച്ചാൽ മാത്രമേ പാപം ചെയ്യാൻ പറ്റൂ. സഹോദരങ്ങളെ, ദൈവം ഉണ്ടെങ്കിൽ പാപം ചെയ്യാൻ പാടില്ല. ദൈവം ഇല്ലെന്ന് വരികിൽ പാപം ചെയ്യാം. ഇതൊരു പഠിപ്പീരാണ്. സ്തോത്രം. അതുകൊണ്ട് മൂടൻ തൻ്റെ ഹൃദയത്തെ പറഞ്ഞ് പഠിപ്പിക്കുക, ദൈവമില്ലെങ്കിൽ പിന്നെ പാപം ചെയ്യാലോ. ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. എന്നാൽ 2ാമത്തെ കാര്യം അവിടെ തന്നെ കിടക്കുന്നു, അവന് വഷളത്വം പ്രവർത്തിക്കണം. വഷളത്വം, അതിനെയാണ് ഞാൻ പാപം എന്ന് പറയുന്നത്. ദൈവം ഇല്ലെന്ന് പറഞ്ഞിട്ട് ഇവർ ചെയ്യുന്ന തെറ്റുകൾ, വഷളത്വം പ്രവർത്തിക്കുക. 3ാമത്തെ കാര്യം റോമർ 14-12 വാക്യത്തിനകത്തുണ്ട്, അവർ ദൈവം ഇല്ലെന്ന് വരികിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. സ്തോത്രം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ദൈവം ഉണ്ടെങ്കിൽ മാത്രമേ കണക്ക് പറയേണ്ടി വരുന്ന ആവശ്യമുള്ളൂ. ദൈവമില്ലെങ്കിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരത്തില്ലല്ലോ. ഈ 3 ഭാഗത്തെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് ഒറ്റക്കാര്യം ഞാൻ പറയാം. ഉലക ചരിത്രത്തിൽ ഒരു മനുഷ്യനായി ജീവിച്ചിരിക്കുന്ന കാലം അവന് ന്യായവിധി ഉണ്ട്. അടുത്തിരിക്കുന്ന കൈ കന്ന് പിടിച്ച് വീണ്ടും ചിരിച്ചുകൊണ്ട് പറഞ്ഞാട്ടെ, ഒരു ന്യായവിധി ഉണ്ട്. മനുഷ്യൻ ജീവനോട് ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കതായ പ്രതിഫലം പ്രാപിക്കാൻ ന്യായാസനത്തിന് മുൻപാകെ എഴുന്നേറ്റ് വരുന്നൊരു ദിവസമുണ്ട്. ഇനി നീ ദൈവം ഇല്ലെന്ന് പറഞ്ഞാലും ദൈവം ഉണ്ടെന്ന് പറഞ്ഞാലും ഒരു ന്യായവിധി മനുഷ്യന് നിശ്ചയമായിട്ടും ഉണ്ട്. സ്തോത്രം. ന്യായവിധി എന്ന് പറയുന്ന ബൃഹത്തായ സമ്പ്രദായം സാധാരണ 5 കോടതികളായിട്ടാണ് നടക്കുന്നത്. ഞാൻ എപ്പോഴും പറഞ്ഞ് പഠിപ്പിക്കാറുണ്ട്. ന്യായവിധി നടപ്പാക്കുന്ന 1ാമത്തെ കോടതി കേൾക്കണം. സകലവും അറിഞ്ഞവർക്കൊരു ന്യായവിധി ഉണ്ട്. സകലവും അറിഞ്ഞതെന്ന് പറഞ്ഞാൽ നമ്മളാ. അപ്പം നമുക്കൊരു അടിയുണ്ട്. സ്തോത്രം. നമ്മളെ നിശ്ചയമായിട്ട് ദൈവം ന്യായം വിധിക്കും. 2ാമത്തെ ന്യായവിധി നടപ്പാക്കുന്ന കോടതി എന്ന് പറയുന്നത്, 1ാമത്തെ കോടതി എന്ന് പറയുന്നത് മനസാക്ഷിയുടെ കോടതിയാണ്. 2ാമത് ന്യായവിധി നടപ്പാക്കുന്ന കോടതി എന്ന് പറയുന്നത് നമ്മുടെ സ്തോത്രം വീടൊരു കോടതിയായിട്ട് പലപ്പോഴും മാറും. സ്വന്തം അപ്പൻ്റെ അമ്മയുടെ കയ്യിൽ നിന്ന് അടി മേടിച്ചവർ മാത്രം സ്തോത്രം ഒന്നും പറയേണ്ട, കൈയൊന്ന് ഉയർത്തി കാണിച്ചു. സ്വന്തം പപ്പയുടെ അമ്മയുടെ കയ്യിൽ നിന്ന് അടി കിട്ടിയവർ മാത്രം കൈയൊന്ന് ഉയർത്തി കാണിച്ചു. അത്രയും തെളിവുണ്ടല്ലോ, ഇനി പിന്നെ വിശദീകരിക്കേണ്ട കാര്യമില്ല. അത് വീടൊരു കോടതിയാണെന്നുള്ളത് കൊണ്ടാണ്. 3ാമത്തെ കോടതി ബാലശിക്ഷ നടപ്പാക്കുന്ന കോടതി. അവിടെ നമ്മളും കർത്താവ് മാത്രമേ ഉള്ളൂ. സത്യത്തിൽ ഞാൻ പറയുന്നത്, എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റിട്ട് ഈ ബാലശിക്ഷ നടപ്പാക്കുന്ന കോടതി കയറി നിൽക്കണം. എന്നിട്ട് ഇങ്ങനെ കൈ നീട്ടി കാണിച്ചിട്ട് കർത്താവിനോട് പറയണം, കർത്താവേ, ഇന്നലെ ചെയ്ത തെറ്റിന് അടി തന്നില്ലല്ലോ, എന്താ തരാഞ്ഞേ എന്ന് പറഞ്ഞ് ചോദിച്ചു മേടിക്കണം. അവധി പറഞ്ഞ് മാറ്റി വെക്കരുത്, പലിശ ഉൾപ്പെടെ കിട്ടുള്ളൂ. ഒരു സ്വതന്ത്രം പറഞ്ഞേ.
ഒരു മീറ്റിംഗ് കഴിഞ്ഞ് പുറത്തോട്ടിറങ്ങുമ്പോൾ ഒരു അമ്മച്ചി ഓടി വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, പാസ്റ്റേ കഴിഞ്ഞ 36 വർഷമായി ഞാൻ യേശുവിനെ കണ്ടെത്തിയിട്ട്. സ്തോത്രം. ഞാൻ ജനിക്കുന്നതിന് 1 വർഷം മുമ്പ് ആ മമ്മി യേശുവിനെ അറിഞ്ഞു. ഞാൻ പറഞ്ഞു, ഒത്തിരി സന്തോഷം, കർത്താവ് അനുഗ്രഹിക്കട്ടെ. അതല്ല പാസ്റ്റേ, ഞാൻ ചോദിച്ചു അതല്ല, കഴിഞ്ഞ 36 വർഷമായിട്ട് എൻ്റെ കർത്താവിൻ്റെ ഒരു കൊച്ചടി പോലും അടിച്ചിട്ടില്ല. വളരെ അഭിമാനത്തോടെ പറഞ്ഞു. പക്ഷേ എൻ്റെ മനസ്സിൽ ഞാൻ പറഞ്ഞു, അമ്മച്ചിയോട് പറഞ്ഞില്ല, അറ്റാക്ക് വരും. സ്തോത്രം. മനസ്സിൽ ഞാൻ പറഞ്ഞു, എൻ്റെ കർത്താവെ 36 വർഷത്തെ എല്ലാം കൂടെ ഒരുമിച്ച് കൊടുക്കാൻ വെച്ചേക്കാണോ? എൻ്റെ തമ്പുരാനെ ഈ അമ്മച്ചി ഇത് താങ്ങുകയല്ലോ. സ്തോത്രം. ഞാൻ പറയാം, ഇത് പലിശയ്ക്ക് വെക്കരുത് എല്ലാ ദിവസവും. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത്, അപ്പൻ താൻ സ്നേഹിക്കുന്ന മക്കളെ ശിക്ഷിക്കുന്നു. അപ്പനെ അടിക്കും, മക്കളെ അടിക്കും. അപ്പൻ താൻ സ്നേഹിക്കുന്ന മക്കളെ ശിക്ഷിക്കും. അത് ബാലശിക്ഷ നടപ്പാക്കുന്ന കോടതി. 4ാമത്തെ കോടതി നമ്മുടെ സഭയൊരു കോടതിയാണ്. എത്രയോ കുടുംബ വഴക്കുകൾ നമ്മൾ നമ്മുടെ ചർച്ചിനകത്ത് പരിഹരിച്ചിട്ടുണ്ട്. അത് സഭയൊരു കോടതി എന്നുള്ളത് കൊണ്ടാണ്. എന്നാൽ 5ാമത്തെ കോടതി സ്വർഗീയ കോടതി. അത് മേലെ യെരൂശലേമ. ഒരു സ്വത്രം പറഞ്ഞേ. ഞാൻ പറയുന്നത്, ഈ 4 കോടതി കേസ് തീർക്കാതെ മേലോട്ട് പോകരുത്. സ്തോത്രം. അവിടെ ചെന്നൊരു പ്രശ്നം എന്നാണെന്നറിയാമോ? വിസ്താരത്തിന് സമയമില്ല. അവിടെ ചെല്ലുമ്പോൾ കർത്താവ് പറയും, ദൂതൻ പറഞ്ഞു, യെസ്, പുസ്തകം തുറന്നു. സൂസിയുടെ പേരുണ്ടോ? ഇല്ല. സൂസിയെ വെട്ടിയെടുത്ത് നരകത്തിലോട്ട് ഇട്ടോ. അപ്പോൾ സൂസി പറയും, കർത്താവേ ഒരു സെക്കൻഡ്, ഒരു കാര്യം പറയാനുണ്ട്. കർത്താവ് പറഞ്ഞു, ചുപ്പരഹോ, മിണ്ടല്ലേ. 4 കോടതി പറയാൻ സമയം തന്നിട്ട് അവിടെ എങ്ങും ഇത് പറയാതെ ഇതെല്ലാം കൂടെ മേളിലോട്ട് ആബാലവൃത്തം ജനം നിൽക്കുക. പേരുണ്ടോ? ഇല്ല. വെട്ടിയെടുത്ത് നരകത്തിലോട്ടിട്ടോ. സ്തോത്രം. ഉണ്ടോ? ആരുടെയൊക്കെ മുഖത്തിനകത്ത് ഒരു അന്താളിപ്പ് ഞാൻ ഇവിടെ നിന്നുകൊണ്ട് കാണുന്നുണ്ട്. പേടിക്കണ്ട, ഇവിടെ കേസ് തീർത്തേച്ചും അങ്ങോട്ട് പോയാൽ മതി. സ്തോത്രം. ചെയ്തത് നല്ലതാകിലും തീയതാകിലും തക്ക പ്രതിഫലം. അപ്പോൾ ഇവിടെ എല്ലാം ക്ലിയർ ചെയ്തിട്ട് മേലോട്ട് പോകുന്ന സന്തോഷം നിൽക്കട്ടെ. 1, ദൈവമില്ല എന്ന് പറയുന്നതിൻ്റെ കാര്യം അവർക്ക് വഷളത്വം പ്രവർത്തിക്കണം. 2, അവർ മൂഢന്മാരായതുകൊണ്ട്. 3, കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. എന്നാൽ 2ാമത്തെ ഒരു ഗ്രൂപ്പാണ്. അതേ 14-ാം അധ്യായം സങ്കീർത്തനത്തിൻ്റെ 2ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാൻ ഉണ്ടോ എന്ന് കാണാൻ. ദൈവത്തെ അന്വേഷിക്കുക എന്നുള്ള ഈ വാക്യത്തെ പിടിച്ചു നിർത്തിക്കൊണ്ട് ദൈവത്തെ അന്വേഷിക്കുന്ന 3 കാര്യങ്ങളെക്കുറിച്ച് ഞാൻ പറയാം. ശ്രദ്ധിച്ചു കേട്ടോ. 1, ജീവനുള്ളൊരു ദൈവത്തെ നമ്മൾ അന്വേഷിക്കുമ്പോൾ, ലൂക്കോസിന്റെ സുവിശേഷം എടുക്കാമോ? അതിൻ്റെ 2-ാമത്തെ അധ്യായം 10-ാമത്തെ വാക്യം. ലൂക്കോസിന്റെ സുവിശേഷം 2-ാമത്തെ അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് അടയാളമോ? ശീലകൾ ചുറ്റി പശുത്തൊട്ടിയിൽ കിടക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണുമെന്ന് പറഞ്ഞു. അടുത്ത വാക്യം. പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിന്റെ ഒരു സംഘം ദൂതനോട് ചേർന്ന് ദൈവത്തെ പുകഴ്ത്തി, അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം എന്ന് പറഞ്ഞു. അടുത്തത്, ദൂതന്മാർ അവരെ വിട്ട്, ആ വാക്കൻ അടിവരയാണ്, ദൂതന്മാർ അവരെ വിട്ട് സ്വർഗത്തിലേക്ക് പോയ ശേഷം ഇടയന്മാർ നാം ബെത്ലഹേമോളം ചെന്ന് കർത്താവ് നമ്മോട് അറിയിച്ച ഈ സംഭവം കാണണമെന്ന് തമ്മിൽ പറഞ്ഞു. അവരങ്ങ് അന്വേഷിക്കാൻ വേണ്ടി ഇറങ്ങുക. കർത്താവ് ഈ അറിയിച്ചത് നമുക്കൊന്ന് അറിയണം, അന്വേഷിക്കണം, അതിനെ നമുക്കൊന്ന് കാണണം എന്ന് പറയുക. ദൈവത്തെ അന്വേഷിക്കുക എന്നുള്ള വിഷയത്തിൽ 1ാമത് നിങ്ങൾ അന്വേഷിക്കേണ്ടത് യേശുവിൻ്റെ ജനനത്തെ നിങ്ങൾ അന്വേഷിക്കണം. എനിക്ക് 2-ന്റെ 10-ാമത്തെ വാക്യം ഭയങ്കര ഇഷ്ടമാണ്. എന്താണെന്ന് ചോദിച്ചാൽ, അവിടെ കിടക്കുന്നത്, കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് നമ്മൾ അന്വേഷിക്കുമ്പോൾ 1ാമത് അന്വേഷിക്കേണ്ടത് യേശുവിൻ്റെ ജനനം ഒരു രക്ഷിക്കാനുള്ള, അല്ലെങ്കിൽ മറ്റുള്ളവരെ രക്ഷിക്കാനുള്ള ജനനമായിരുന്നു എൻ്റെ കർത്താവിൻ്റെ ജനനം എന്ന് പറയുമ്പോൾ കുറേയും കൂടെ നല്ല ഭാഷയിൽ ഞാനിങ്ങനെ വിശദീകരിക്കാം. യേശു ജനിച്ചത് രക്ഷിതാവായിട്ടാണ്. കരമൊന്ന് ഉയർത്തി ഒരു ഹല്ലേലൂയ പറയാമോ? യേശു ജനിച്ചത് രക്ഷിതാവായിട്ട് ആണ് എന്ന് പറയുമ്പോൾ എനിക്ക് ഏറ്റവും വലിയ അഭിമാനം എന്താണെന്ന് ചോദിച്ചാൽ, യേശു ജനിച്ച് 30-ാമത്തെ വയസ്സിൽ രക്ഷിതാവായതല്ല, യേശു ജനിച്ചിട്ട് അത്ഭുതം ചെയ്തപ്പോൾ രക്ഷിതാവായതല്ല, യേശു ജനിച്ച് ഗസർട്ടി പേര് കൊടുത്ത് പേര് മാറ്റി രക്ഷിതാവായതല്ല, യേശു ജനിച്ചതേ രക്ഷിതാവായിട്ടാണ്. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. അപ്പം യേശുവിനെ അന്വേഷിക്കുന്നവർ 1ാമത് അറിയേണ്ടത് യേശുവിൻ്റെ ജനനത്തെ അറിയണം, അവൻ രക്ഷിതാവാന്ന് തിരിച്ചറിയണം. 2ാമത് എന്താ അറിയേണ്ടത്? 2ാമത് അറിയേണ്ടത് മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 8-ാമത്തെ വാക്യം. മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 8-ാമത്തെ വാക്യം. അവരെ ബെത്ലഹേമിലേക്ക് അയച്ചു. നിങ്ങൾ ചെന്ന് ശിശുവിനെ കുറിച്ച് സൂക്ഷ്മമായി അന്വേഷിക്കണം. കണ്ടെത്തിയാൽ ഞാനും ചെന്ന് അവനെ നമസ്കരിക്കുക. ദൈവത്തെ അന്വേഷിക്കേണ്ടവൻ അവൻ അന്വേഷിക്കണമെന്ന് പറഞ്ഞിട്ട് പറയുക, കണ്ടെത്തിയ എനിക്ക് വന്നൊന്ന് നമസ്കരിക്കണം. നമസ്കരിക്കുക എന്നുള്ള വാക്കിന് പക്കാ മലയാളം വാക്ക് കിടക്കുന്നത് ആരാധിച്ചു എന്ന് പറയുന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വാക്ക് വർഷിപ്പ് എന്നാണ്. വർഷിപ്പ് ചെയ്യുക. അപ്പം 1, ദൈവത്തെ അന്വേഷിക്കുന്നവൻ അവൻ്റെ ജനനം അന്വേഷിക്കണം. ഈ വാക്യത്തിൽ പറയുന്നു, ദൈവത്തെ അന്വേഷിക്കേണ്ടവൻ ആരാധനയെക്കുറിച്ച് അന്വേഷിക്കണം. ഒരു ഹല്ലേലൂയ പറയാമോ? ആരാധനയെക്കുറിച്ച് അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ഒരു നല്ല വാക്കിനകത്ത്, മോനെ ആ സൈഡിലിരിക്കുന്ന കണ്ണാടി വെച്ച പയ്യൻ, മോനൊന്ന് വരാമോ? ഓടി വരാമോ? ഓടി വാ.
ഒരു ഉദാഹരണം കാണിക്കാനാ. വായു. ആരാധിക്കുക എന്നുള്ള വാക്ക് മലയാളത്തിൽ കിടക്കുന്ന വാക്ക് നമസ്കരിച്ചു എന്നാണ്. എന്നാൽ അതിൻ്റെ പക്കാ വാക്ക് ആരാധിച്ചു എന്നാണ്. ഇംഗ്ലീഷിൽ അതിന് കിടക്കുന്നത് വർഷിപ്പ് എന്നാണ്, വർഷിപ്പ്. എന്നാൽ അതിന് ഗ്രീക്ക് വാക്ക് കുറേയും കൂടെ ശ്രദ്ധേയമാണ്. ഗ്രീക്ക് വാക്കെന്ന് പറയുന്നത് പ്രൊസ്കോനിയോ എന്ന് പറയുന്ന വാക്കാണ്. പ്രൊസ്കോനിയോ ഒന്ന് ചേർന്ന് പറയാമോ? സൂസു എന്നല്ല, ഉറക്കെ പറഞ്ഞേ. അന്യഭാഷയൊന്നുമല്ല. 10 അന്യഭാഷ കയറ്റി പറയാൻ നിൽക്കരുത്. ഒന്ന്, ദൈവത്തെ അന്വേഷിക്കുന്നവൻ യേശുവിൻ്റെ ജനനം അന്വേഷിക്കണം. ജനനം അന്വേഷിക്കാനുള്ള കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞു. അവൻ രക്ഷിതാവായതുകൊണ്ട് അവൻ്റെ ജനനത്തെ അന്വേഷിക്കണം. എന്നാൽ ദൈവത്തെ അന്വേഷിക്കുന്നവൻ രണ്ടാമത് അറിയേണ്ടത് നമ്മൾ അവനെ അന്വേഷിക്കണം. കണ്ടെത്തിയാൽ എനിക്ക് വന്നൊന്ന് നമസ്കരിക്കണം. നമസ്കരിക്കുക മലയാളം വാക്ക്, അതിന് പക്കാ മലയാളം വാക്ക് ആരാധിക്കുക. ആരാധിക്കുക എന്ന് പറയുന്ന വാക്കിൻ്റെ ഇംഗ്ലീഷാണ് വർഷിപ്പ്. വർഷിപ്പ് എന്ന് പറയുന്ന വാക്കിൻ്റെ ഗ്രീക്ക് വാക്കാണ് പ്രൊസ്കോനിയോ. മക്കളെ, പ്രൊസ്കോനിക്ക് 2 അർത്ഥം, അത് കാണിക്കാനാണ് വിളിച്ചത്. ഒന്നാമത്തെ അർത്ഥം, ആമേൻ, സ്തോത്രം, ഞാൻ യേശു കർത്താവ്, നീ ആരാധനക്കാരൻ, നീ ആരാധിക്കേണ്ടത് ഞാനാണ് യേശു. കട്ട് ചെയ്ത് യൂട്യൂബിൽ കയറ്റല്ലേ, കൊട്ടാരക്കര എത്താനുള്ളതാ. സ്തോത്രം, ഞാൻ യേശു കർത്താവ്, ഇവൻ ആരാധിക്കുന്നവൻ. സ്തോത്രം. അപ്പം ഞാനിങ്ങനെ നിൽക്കാം, ഞാൻ കർത്താവാണല്ലോ, ഞാൻ ജീവനുള്ള ദൈവമാണല്ലോ, നീ എന്നെ അന്വേഷിച്ചപ്പം നിനക്ക് ആരാധനയെക്കുറിച്ച് മനസ്സിലായി. അപ്പം നീ ദൈവത്തെ ആരാധിക്കണം. ആരാധിക്കാൻ വേണ്ടി പ്രൊസ്കോനിയോയുടെ ഒന്നാമത്തെ അർത്ഥം, എൻ്റെ കൈ നീ പിടിക്കണം, ദൈവത്തിൻ്റെ കൈ പിടിക്കണം. പിടിക്കണം, എന്നിട്ട് ചുംബിക്കണം, ആരാധിക്കണം. ഒരു സ്തോത്രം പറഞ്ഞേ. വൺസ് അഗൈൻ, ദൈവത്തിൻ്റെ കൈ പിടിക്കണം, ചുംബിക്കണം, ആരാധിക്കണം, മുത്തം കൊടുത്ത് ആരാധിക്കണം. പ്രൊസ്കോനിയുടെ ഒന്നാമത്തെ അർത്ഥമാണ് ചുംബിക്കുക, ആരാധിക്കുക. ഈ ആരാധന നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? കൈ പിടിക്കുക, ഇങ്ങനെ മുത്തം കൊടുക്കുക, ആരാധിക്കുക, കണ്ടിട്ടുണ്ടോ? അബദ്ധം പറ്റിയച്ചാ ആർക്ക്? കൊടുക്കുന്നവനും മേടിക്കുന്നവനും. അതെന്താ? ഇത് മനുഷ്യന് കൊടുക്കേണ്ടതല്ല മാമേ, ഇത് ദൈവത്തിന് കൊടുക്കേണ്ടതാ. ദൈവത്തിന് കൊടുക്കേണ്ടത് മനുഷ്യന് കൊടുക്കുന്നവന് ദൈവത്തിന് പണ്ടും ഇഷ്ടമല്ല, ഇന്ന് തീരെ ഇഷ്ടമല്ല. സ്തോത്രം, വിട്ടേക്കല്ലേ. ഒന്ന്, പ്രൊസ്കോനിയുടെ രണ്ടാമത്തെ ആരാധന കേൾക്കണേ. അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമേ ഞാനിങ്ങനെ ഇൻഡയറക്റ്റോട് പറയുന്നത്. പ്രൊസ്കോനിയുടെ രണ്ടാമത്തെ ആരാധന, ജീവനുള്ള ദൈവത്തിൻ്റെ മുമ്പേ മുട്ടുകുത്തണം. ഗുഡ്, ഇവനെ ഞാൻ കൊണ്ടുപോകട്ടെ, ഇവൻ ഓക്കെയാ. തൻ്റെ തലയുടെ അറ്റം കൊണ്ടുവന്ന് യേശുവിൻ്റെ പാദത്തിൽ കുമ്പിടണം, ആരാധിക്കണം. കണ്ടിട്ടുണ്ടോ? ഹലോ, കണ്ടിട്ടുണ്ടോ? മുട്ടുകുത്തുക, തലയുടെ അഗ്രം കൊണ്ടുവന്ന് ഭൂമിയിൽ കുമ്പിടുക, ആരാധിക്കുക. പ്രൊസ്കോനിയുടെ രണ്ടാമത്തെ ആരാധന കണ്ടിട്ടുണ്ടോ? എവിടെ? അവർ ചെയ്യുന്നുണ്ട്. എത്ര നേരം? 5 നേരം. സ്തോത്രം. അബദ്ധം പറ്റി ആർക്ക്? നമുക്ക്. എന്താ? അവരത് 5 നേരം ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോഴും കസേര ഇരുന്ന് ടാറ്റ കാണിക്കുക. സ്തോത്രം പാസ്റ്ററേ, ഗ്ലോറി ടു ഗോഡ്, ദൈവത്തിന് മഹത്വം. ചങ്ക് കീറി ആരാധിക്കണം. ആരാധിക്കേണ്ടവനെ ആരാധിക്കേണ്ടതുപോലെ ആരാധിക്കണം. ഹൃദയം നുറുങ്ങി ആരാധിക്കണം. യേശു കർത്താവ് ഒരിക്കൽ ചോദിച്ചേ, ഏത് പള്ളിയിലാണ് പോകുന്നതെന്ന്? ഏത് പള്ളിയിലാണ്? കർത്താവ് ചോദിച്ചതാ, ഏത് പള്ളിയിലാണ് ആൻറ്റി പോകുന്നതെന്ന്? ആൻറ്റി പറഞ്ഞു, യെരുശലേമില്ല. കർത്താവ് പറഞ്ഞു, ചുമ്മാതിരി ആൻറ്റി, യെരുശലേമിലുമല്ല, ആ മലയിലുമല്ല, സത്യനമസ്കാരികൾ സത്യത്തിലും ആത്മാവിലും വേണം അവനെ ആരാധിക്കാൻ. ദൈവത്തെ കണ്ടെത്തുന്ന ഒരുവൻ അവൻ്റെ ജനനത്തെക്കുറിച്ച് അന്വേഷിക്കണം. 2, അവനെ ആരാധിക്കേണ്ടതുപോലെ ആരാധിക്കണം. സ്തോത്രം. ശ്രദ്ധിച്ചേ, ദൈവത്തെ കണ്ടെത്തുന്ന ഒരുവൻ മൂന്നാമത് അന്വേഷിക്കേണ്ടത് എന്താ? യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 38-ാമത്തെ വാക്യം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 38-ാമത്തെ വാക്യം. യേശു തിരിഞ്ഞ് അവർ പിന്നാലെ വരുന്നത് കണ്ടവരോട്, നിങ്ങൾ എന്തന്വേഷിക്കുന്നു എന്ന് ചോദിച്ചു. നിങ്ങൾ ഈ കിടന്ന് അന്വേഷിക്കുന്നേ? മൂന്നാമതൊരു മനുഷ്യൻ അന്വേഷിക്കേണ്ടത്, നിങ്ങൾ എന്തന്വേഷിക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ മറുപടി, അവർ റബി എന്ന് വെച്ചാൽ ഗുരു, നീ എവിടെ പാർക്കുന്നു എന്ന് ചോദിച്ചു. ദൈവത്തെ അന്വേഷിക്കുന്നവൻ മൂന്നാമത് അറിയേണ്ട കാര്യം, ദൈവം എവിടെയാ പാർക്കുന്നേ? ദൈവം എവിടെയാ താമസിക്കുന്നേ? കർത്താവ് എവിടാ? കൊട്ടാര സമുച്ചയമായി പടുതുണ്ടാക്കിയ പള്ളികളിൽ യേശു ഉണ്ടോ? യേശു എവിടെയാ താമസിക്കുന്നേ? കർത്താവ് എവിടെയാ ഉള്ളത്? കർത്താവ് ഏത് സ്ഥലത്തിനകത്താണ്? ഞാനിത് പരസ്യ സ്ഥലത്തായതുകൊണ്ട് തൽക്കാലം പരിമിതമായ വാക്കുകളിൽ അങ്ങനെ പറഞ്ഞെങ്കിൽ സ്കിപ്പ് ചെയ്ത് വിടാം. ദൈവത്തെ അന്വേഷിക്കാൻ മനുഷ്യൻ പെടാപ്പാട് വിടുമ്പോൾ ദൈവം എവിടെയെന്നറിയാൻ മനുഷ്യൻ എവിടെല്ലാം യാത്ര ചെയ്യുന്നു, എവിടെല്ലാം പോകുന്നു, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു. ചെരിപ്പിടാതെ കേരളത്തിൻ്റെ തെരുവോരങ്ങളിലൂടെ യാത്ര ചെയ്യുന്നു. മനുഷ്യൻ തൻ്റെ ശരീരത്തെ മുറിവേൽപ്പിക്കുന്നു. നീ ദൈവം എവിടെ വസിക്കുന്നതെന്നൊന്ന് അന്വേഷിക്കാവോ? അത് അന്വേഷിച്ചാൽ ഇങ്ങനെ തപ്പി നടക്കേണ്ട ആവശ്യം വരത്തില്ല. ഞാൻ ആമുഖ സന്ദേശത്തിൽ പറഞ്ഞ വാക്കൊന്നുകൂടെ അടിവരയിട്ട് പറയാം. നിന്റെ വീട് എത്ര ചെറിയ വീടാണെങ്കിലും, നിന്റെ പ്രാർത്ഥനപ്പ കീറിയ പ്രാർത്ഥനപ്പായാണെങ്കിലും, ദൈവം അന്വേഷിക്കുന്ന സ്ഥലം എവിടാന്നറിഞ്ഞാൽ എങ്ങും നീ ഓടി നടക്കത്തില്ല. നീ ഇരിക്കുന്നിടത്ത് എൻ്റെ ദൈവം വരും. വിശ്വസിക്കുന്നവർക്ക്
ദേശങ്ങൾക്കായി ദൈവത്തിന് സ്തോത്രം ചൊല്ലുന്നു. ഇനിയൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണേ ഈ ദേശം. ആമേൻ. എൻ്റെ മാതാപിതാക്കന്മാരെ പോലെയുള്ളൂ എനിക്ക് നിങ്ങൾ. അതുകൊണ്ട് ഇന്ന് രാത്രി പൂർണ്ണ വിനയത്തോടെ ഞാൻ പറയാം, ദൈവം എവിടാ വസിക്കുന്നതെന്നറിയാമോ? കൊട്ടാര സമുച്ചയമായി ഉണ്ടാക്കിയ വലിയ മോടി പിടിച്ച ബിൽഡിങ്ങുകൾക്കകത്തല്ല എൻ്റെ ദൈവം വസിക്കുന്നത്, നിന്റെ ഹൃദയത്തിനകത്താ സഹോദര. അവൻ ജീവനുള്ള ദൈവം വസിക്കുന്ന നിന്റെ മനസ്സിനകത്താ. ആ ദൈവത്തെ ഇന്ന് രാത്രി ഒന്ന് കണ്ടെത്ത്. വിശ്വസിക്കുന്നവർക്കായി ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ടല്ലേ പാട്ടുകാരൻ പാടുന്നത്, കണ്ട കല്ലും മരങ്ങളും കൊണ്ടുപല രൂപം തീർത്തു കൊണ്ടുവച്ച് ഇടത്തിയിരിക്കും തുണ്ടുമല്ലി സത്യ ദൈവം. പിന്നെ ആ ദൈവം ഏതാ? അവൻ ഇന്ന് രാത്രി നിന്റെ ഹൃദയത്തിനകത്ത് വസിക്കുക. കരം അടിച്ച് ദൈവത്തിന് നന്ദി പറയാൻ കഴിയുന്നവരുണ്ടെങ്കിൽ ആ സന്തോഷത്തോടെ ചേർന്ന് ദൈവത്തിന് സ്തോത്രം ചൊല്ലിയാട്ടെ. ഹല്ലേലൂയ. ഒന്ന്, ദൈവത്തെ അന്വേഷിക്കുമ്പോൾ ദൈവം ഇല്ല എന്ന് പഠിപ്പിച്ചവർ. രണ്ട്, ദൈവത്തെ അന്വേഷിക്കുന്നവർ. അവർ മൂന്ന് കാര്യങ്ങൾ അന്വേഷിച്ചു. യേശുവിൻ്റെ ജനനം അന്വേഷിച്ചു, യേശുവിനെ ആരാധിക്കേണ്ടത് എങ്ങനെയാണെന്ന് അന്വേഷിച്ചു, ദൈവം വസിക്കുന്നത് എവിടെയാണെന്ന് അന്വേഷിച്ചു. എന്നാൽ മൂന്നാമത്തെ ഗ്രൂപ്പ് നിങ്ങൾ വായിക്കാമോ? മൂന്നാമത്തെ ഗ്രൂപ്പ് ബൈബിളിനകത്ത് കിടക്കുന്നത് സ്തോത്രം. അതെ, തീത്തോസിന്റെ ലേഖനം 1-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യം. അവർ ദൈവത്തെ അറിയുന്നു എന്ന് പറയുന്നുവെങ്കിലും. മൂന്നാമത്തെ ഗ്രൂപ്പ്, ദൈവവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിന്റെ മൂന്നാമത്തെ ഗ്രൂപ്പ്, ദൈവം ഉണ്ട് എന്ന് പറഞ്ഞിട്ടും. തീത്തോസ് 1:16. അവർ ദൈവത്തെ അറിയുന്നു എന്ന് പറയുന്നുവെങ്കിലും പ്രവൃത്തികളാൽ അവനെ നിഷേധിക്കുന്നു. അവർക്കറിയാം ദൈവം ഏതാണ്, അവർക്കറിയാം ജീവനുള്ള ദൈവം ഏതാണ്, അറിയാം. പക്ഷെ പ്രവൃത്തികളാൽ അവനെ നിഷേധിക്കുന്നവർ. സ്തോത്രം. വേദപുസ്തകത്തിൻ്റെ പ്രമാണം അവർക്കറിയാം, കർത്താവിൻ്റെ കൽപ്പനകൾ അവർക്കറിയാം, സ്നാനപ്പെടാതെ സ്വർഗത്തിൽ പോകാൻ പറ്റത്തില്ലെന്ന് അവർക്കറിയാം, രക്ഷിക്കപ്പെടണം അവർക്കറിയാം, വേർപെട്ടുള്ള കൂട്ടായ്മ അവർക്കറിയാം, എല്ലാം അറിയാം. പക്ഷെ അറിഞ്ഞിട്ടും പ്രവൃത്തികളാൽ നിഷേധിക്കുന്നവർ. കള്ളം പറയുന്നത് തെറ്റാണ് എന്ന് ബോധ്യമുള്ളവർ മാത്രം കരമൊന്ന് ഉയർത്തി കാണിക്കാമോ? കള്ളം പറയുന്നത് തെറ്റാണ് എന്ന് ബോധ്യമുള്ളവർ മാത്രം, അത് നന്നായിട്ട് തലയ്ക്ക് മണ്ടേ കരമൊന്ന് ഉയർത്തിയേ. ഇത്രയും പേർ 100% ആൾക്കാർക്ക് പറയാം കള്ളം പറയുന്നത് തെറ്റാണ്. എന്നാൽ എൻ്റെ രണ്ടാമത്തെ ചോദ്യം, ഇതുവരെയും ലൈഫിനകത്ത് കള്ളം പറയാത്തവർ ആ കരമൊന്ന് ഉയർത്തി കാണിക്കാൻ പറഞ്ഞാൽ, രക്ഷിക്കപ്പെട്ടതിന് ശേഷം ആ കള്ളം പറയാത്തവർ കരമൊന്ന് ഉയർത്തി കാണിക്കണ്ടോ? അറിയാമല്ല, പക്ഷെ പ്രവൃത്തികളാൽ അവനെ നിഷേധിക്കുക. തെറ്റാണെന്നറിയാം, പക്ഷെ മനഃപൂർവ്വം ചെയ്യുക. ഇതാണ് മൂന്നാമത്തെ ഗ്രൂപ്പ്. എന്നാൽ നാലാമത്തെ ഗ്രൂപ്പ് പറഞ്ഞ് ഇന്ന് രാത്രി ദേശത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കട്ടെ. നാലാമത്തെ ഗ്രൂപ്പാണ് ഞാൻ പറഞ്ഞ വാക്യത്തിനകത്ത് കിടക്കുന്നത്. അവർ ദൈവത്തെ അറിഞ്ഞവർ. ദൈവത്തെ അറിഞ്ഞവർ. ശൗൽ എന്ന് പറയുന്ന മനുഷ്യൻ, അവൻ ദൈവത്തെ അറിഞ്ഞു. ദൈവത്തെ അറിഞ്ഞപ്പോഴാണ് തൻ്റെ ജീവിതത്തിനകത്തൊരു എഴുന്നേൽപ്പുണ്ടായത്. ഇന്ന് രാത്രി മനസ്സുകൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഇത് ഈ സഭ കഴിഞ്ഞ കുറേ മാസങ്ങളായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ഒത്തിരി അത്യുദ്ധാനം നടത്തുകയും ചെയ്ത സുവിശേഷ യോഗത്തിൻ്റെ പ്രഥമ രാത്രി. ഇന്ന് രാത്രിയിൽ ഒരു ഇലവിരിക്കുന്നത് പോലെ, ഒരു ഒരുക്കം എന്നതുപോലെ പരിശുദ്ധാത്മാവിനോട് പറയാൻ പറഞ്ഞ ഒരുപടി ആത്മീയ അന്തസത്തകൾ ഞാൻ ഇന്ന് രാത്രി നിങ്ങളോട് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ മനസ്സുകൊണ്ട് എത്ര പേര് പറയുന്നുണ്ട്, എനിക്ക് ദൈവത്തെ ഒന്ന് അറിയണം, ദൈവത്തെ ഒന്ന് അറിയണം? എല്ലാ കണ്ണുകളും അടച്ചേ, ഹൃദയം എല്ലാം തുറന്നൊരു നിമിഷം ദൈവത്തോട് പ്രാർത്ഥിച്ചേ. എനിക്ക് ദൈവത്തെ ഒന്ന് അറിയണം. എനിക്ക് ഇത്രയും അവനെ അറിഞ്ഞാൽ പോരാ, കുറേയും കൂടെ അവനെ ഒന്ന് അറിയണം. ആദ്യമായി നിങ്ങളൊരു സ്നേഹിതനെ കാണുമ്പോൾ ആ മനുഷ്യനെ അറിയുന്നതിനൊരു പരിമിതിയുണ്ട്. പക്ഷെ അവനോടുള്ള ബന്ധത്തിൽ 6 മാസം തികയുമ്പോൾ കുറേയും കൂടെ അവനെ അടുത്തറിയും, കുറച്ചുകൂടെ അവനെ അടുത്തറിയും. 1 വർഷം കഴിയുമ്പോൾ ആ ബന്ധം അല്പം കൂടെ സ്ട്രോങ് ആകുമ്പോൾ കുറേയും കൂടെ ആ ദൈവത്തെ, കുറേയും കൂടെ ആ മനുഷ്യനെ നിങ്ങൾ അറിയും. ആ ബന്ധത്തിനകത്ത് 10 വർഷം തികയുമ്പോൾ ആ മനുഷ്യൻ്റെ എല്ലാ ടേസ്റ്റും നിങ്ങൾക്ക് മനസ്സിലാകും, പുള്ളിയുടെ എല്ലാ താല്പര്യവും നിങ്ങൾക്ക് മനസ്സിലാകും. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, നിന്നെ സൃഷ്ടിച്ചവനും നിന്നെ നിർമ്മിച്ചവനുമായ ദൈവത്തെ ഇന്ന് രാത്രി നീ ഒന്ന് അറി ബ്രദറെ. ഇത്രയും പണം മുടക്കിയില്ലേ, ഇത്രയും വലിയ യോഗം ഇവിടെ നടക്കുകയല്ലേ ഈ പരസ്യ സ്ഥലത്ത്. അവർക്ക് നല്ലൊരു ചർച്ചിൻ്റെ ഹാളുണ്ട്. ആ ഹാളിനകത്ത് വെച്ചൊരു ഉപവാസ പ്രാർത്ഥന നടത്തി ഈ പ്രാർത്ഥനകൾ പരിസമാപ്തിയിലേക്ക് എത്തിക്കാതെ അവർ അറിഞ്ഞ ദൈവത്തെ ഈ ദേശത്തോടൊന്ന് പറയാൻ വേണ്ടി വളരെ ബന്ധപ്പെട്ട് ഒത്തിരി അധ്വാനം നടത്തി ഈ സുവിശേഷ യോഗം ഇന്നിവിടെ പ്രാർത്ഥിച്ചു തുടങ്ങിയിരിക്കുക. എത്ര പേര് ഇന്ന് രാത്രി ദൈവത്തോട് പറയും, കർത്താവേ ഈ ദേശം ചിലരൊന്ന് അറിയണം, ഈ ദേശത്തിൽ ചിലർ ദൈവത്തെ ഒന്ന് അറിയണം, ജീവനുള്ളൊരു ദൈവത്തെ അറിയാൻ പാകത്തിൽ കർത്താവ് ഞങ്ങളെ കാണണം. എല്ലാ കണ്ണുകളും അടച്ചേ. ഇതുവരെ പറഞ്ഞ വാക്യത്തിനകത്ത് നിങ്ങളുടെ മനസ്സിനകത്ത് തറച്ച വാക്ക് ഏതാണെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ പരിശുദ്ധാത്മാവിനോട് പറയുന്നു, തൊട്ട വാക്യം ഏതാണെങ്കിലും അതേ കരം വെച്ച് ഇന്ന് രാത്രി ഒന്ന് പ്രാർത്ഥിക്ക്. പാപം ചെയ്ത് വഷളത്വം പ്രവർത്തിക്കുകയാണോ? എന്തെങ്കിലും വെട്ടിപ്പിടിക്കാനുള്ള ഓട്ടത്തിലാണോ? കണക്കെനിക്ക് ബോധിപ്പിക്കേണ്ടി വരുമെന്നൊരു ചിന്തയിൽ ദൈവം ഇല്ലെന്ന് പറഞ്ഞ് പഠിപ്പിച്ച് മനസ്സിനെ അങ്ങനെ വിചാരിച്ചു വെക്കുകയാണോ? വിട്, ജീവനുള്ളൊരു ദൈവത്തിലേക്ക് വാ. നിന്റെ കണ്ണുകൾ തിരുമി അടയ്ക്കുന്നതിനേക്കാൾ മുമ്പ്, മരണത്തിൻ്റെ നാദം നിന്റെ കാതിനകത്ത് കേൾക്കുന്നതിനേക്കാൾ മുമ്പ്
ഈ ജീവനുള്ളൊരു ദൈവത്തെ അറിയാനൊരു ഭാഗ്യം ഇന്ന് രാത്രി കർത്താവ് തരട്ടെ. ആ ദൈവത്തിൻ്റെ രക്ഷ ഇന്ന് രാത്രി നീ ഒന്ന് അറിയ കണ്ണടച്ച് പ്രാർത്ഥിക്ക്. ലോർഡ് ദ ഹോളി സ്പിരിറ്റ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അതേ കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഇന്ന് രാത്രി ഒരു എഴുന്നേൽപ്പിന് വേണ്ടി കൂടെ നമ്മളൊന്ന് പ്രാർത്ഥിക്കാൻ പോവുക. ഒരു എഴുന്നേൽപ്പിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ പോവുക. ശരീരത്തിൻ്റെ രോഗങ്ങളെല്ലാം കുടഞ്ഞു കളഞ്ഞിട്ടൊന്ന് എഴുന്നേൽപ്പിന് വേണ്ടി പ്രസംഗിച്ച് ഇന്ന് രാത്രി നിങ്ങൾ അവസാനിപ്പിക്കുകയല്ല, പറഞ്ഞതെല്ലാം ഈ ദേശത്തിനകത്തൊന്ന് വെളിപ്പെട്ടു വരാൻ വേണ്ടി. സംസാരിക്കുമ്പോൾ നാവ് കുടയുന്നത് പോലെ, നാവിൻ്റെ വാക്ക് അല്ലെങ്കിൽ ശബ്ദത്തിന് ഫ്ലുവൻസി ഇല്ലാത്തതുപോലെ അസ്വസ്ഥകൾ അനുഭവിക്കുന്നവർ ഇന്ന് രാത്രി പരസ്യ സ്ഥലത്തിനകത്തുണ്ട് എന്ന് പരിശുദ്ധാത്മാവിനോട് പ്രവചിക്കാൻ പറയുക. ഈ രോഗമുള്ളവർ ഇന്ന് രാത്രി പ്രാർത്ഥിച്ചു. ദൈവം ഇന്ന് രാത്രി നിന്നെ സൗഖ്യമാക്കുന്ന രാത്രിയാണ്. ലോർഡ് ദ ഹോളി സ്പിരിറ്റ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ആവർത്തിച്ച് കർത്താവിനോട് പറയാൻ പറയുന്നു. സംസാരിക്കുമ്പോൾ ആമേൻ വാക്കുകളുടെ ഫ്ലുവൻസി കുറച്ച് കളഞ്ഞ് ശബ്ദത്തെ ഇടറിച്ച് കളയുന്ന ചില രോഗത്തിൻ്റെ അണുക്കൾ രാത്രി നിന്റെ ശരീരം വിട്ട് സ്വർഗം അടിച്ച് ദൂരെ കളയുക. ഈ പ്രസംഗിച്ചത് ശരിയാണ് എന്ന് തെളിയിക്കാൻ അടുത്തൊരു 5 മിനിറ്റ് കർത്താവ് ഇന്ന് രാത്രിയിൽ ഈ ഗ്രൗണ്ടിൻ്റെ നടുവിൽ ഇറങ്ങി നിൽക്കുന്ന രാത്രിയാണ്. പ്രാർത്ഥിച്ചു. ദ ഹോളി സ്പിരിറ്റ്, യേശുവിൻ്റെ നാമത്തിൽ എല്ലാ യോഗവും നിർത്തുന്നത് പോലെ പ്രാർത്ഥിച്ച് ഇന്ന് രാത്രി നമ്മൾ അവസാനിപ്പിച്ച് ആമയും പറഞ്ഞു പോകുകയില്ല. അടുത്തൊരു 5 മിനിറ്റ് കർത്താവ് ഇതിനകത്ത് ശുശ്രൂഷിക്കാൻ ഇന്ന് രാത്രി ഒന്ന് ഇറങ്ങി വരികയാണ്. അത് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഇന്ന് രാത്രി പ്രാർത്ഥിച്ചോ. യേശുവിൻ്റെ നാമത്തിൽ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരു കാതിൻ്റെ ഒരു സൈഡുമായി ബന്ധപ്പെട്ട് മാത്രം എന്തൊരു അസ്വസ്ഥത ഉണ്ടാക്കി കഴിഞ്ഞ ചില അധികം മാസങ്ങളായി അത് ഭയങ്കര ഇറിട്രേഷനിലെത്തിക്കുന്ന ഒരു വല്ലാത്ത ആമേൻ മേഖല കർത്താവ് ഇന്ന് രാത്രി എന്നോട് പറയുന്നു. ആ വിഷയത്തിനകത്ത് ദൈവത്തിൻ്റെ സൗഖ്യം ഇന്ന് രാത്രി സ്വർഗത്തിലധികം പകരുകയാണ്. പ്രാർത്ഥിച്ചേ. അങ്ങനെയുള്ളവർ ഇന്ന് രാത്രി സ്ഥലത്തിനകത്തുണ്ട് എന്ന് പരിശുദ്ധ ആത്മാവ് എന്നോട് പറയാൻ പറയുന്നു. ലോർഡ് ദ ഹോളി സ്പിരിറ്റ്, രക്തത്തിൻ്റെ ശക്തി ഇന്ന് രാത്രി വ്യാപരിക്കുന്നതിനായി, രക്തത്തിൻ്റെ ശക്തി ഇന്ന് രാത്രി വ്യാപരിക്കുന്നതിനായി, യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തി ഇന്ന് രാത്രി വ്യാപരിക്കുന്നതിനായി ശരീരത്തിനകത്ത് ഉണങ്ങാതെ കിടക്കുന്ന ചില മുറിവുകൾ, ഇന്ന് രാത്രി അതിനെ വെച്ച് കെട്ടും എൻ്റെ കർത്താവ്. മനുഷ്യൻ്റെ കത്തി തൊടത്തില്ല, ഒരു തുള്ളി ചോര പൊടിയത്തില്ല. ഇന്ന് രാത്രി നിന്നെ സൗഖ്യമാക്കുന്ന കർത്താവിൻ്റെ കരം ആ കാലിൻ്റെ ഏച്ചു മുതൽ ആസ്തി മുതൽ താഴേക്ക് ആ കരം ഇന്ന് രാത്രി ചലിക്കുക. ആ തൊടയുടെ ഭാഗത്തൊക്കെ ആ കരം ഇന്ന് രാത്രി ചലിക്കുക. ഉണങ്ങാതെ കിടക്കുന്ന ചില മുറിവുകളെ ഇന്ന് രാത്രി കർത്താവ് നിന്റെ ശരീരത്തിൽ സൗഖ്യമാക്കി അത് പുറത്തു കൊണ്ടുവരിക. ഈ രോഗമൊക്കെ ഞാൻ പറയുമ്പോൾ ആ സൈനുകൾ ഉള്ളവർ ഇന്ന് രാത്രി ശ്രദ്ധിച്ച് കേട്ട് അതിനുവേണ്ടി അങ്ങ് സ്തോത്രം ചൊല്ലിക്കോണം. ഇനി ഈ വിഷയം നിനക്ക് പ്രാർത്ഥിക്കേണ്ടി പോലും വരത്തില്ല. ഒരു ഭയങ്കര ഹീലിംഗ് ഇന്ന് രാത്രി സ്വർഗം ഇതിനകത്ത് വെളിപ്പെടുത്തുക. ഈ തൊണ്ടയ്ക്കകത്ത് എന്തോന്ന് തട്ടി നിൽക്കുന്നത് പോലെ, അത് മുഴയാണോ എന്ന് പോലും അറിയാതെ ചിലപ്പോൾ ഇങ്ങനെ നീർക്കെട്ട് പോലെ ഇരിക്കും, അതിങ്ങനെ വീങ്ങിയിരിക്കും. അങ്ങനെ പറയുന്നവർ ഇന്ന് രാത്രി ഇതിനകത്തുണ്ട്. ഐ റിപ്പീറ്റ്, എനിക്കിതിൻ്റെ മെഡിക്കൽ ടൈം ഒന്നും അറിയാൻ പാടില്ല. കർത്താവ് എന്നോട് പറയുന്ന വാക്കുകൾ ഞാൻ ലൈവായിട്ട് പറയുകയാണ്. ഈ തൊണ്ടയ്ക്കകത്ത് നീർക്കെട്ടുകൾ പോലെ എന്തോ ഇങ്ങനെ തട്ടിയത് എപ്പോഴും ഇല്ല. ചിലപ്പോൾ അതിങ്ങനെ ചൊട്ടും, ചിലപ്പോൾ ഇങ്ങനെ വീർത്തു വരും. അത് ഹോസ്പിറ്റലിൽ കാണിക്കണോ വേണ്ടായോ എന്ന് പോലും നീ ചിന്തിച്ചിരിക്കുന്ന ചില രോഗത്തിൻ്റെ ആസക്തികൾ ഇന്ന് രാത്രി കർത്താവ് നിന്നെ തൊട്ട് സൗഖ്യം. യേശുവിനെ അറിയാൻ ഇന്ന് രാത്രി ഭാഗ്യം കിട്ടിയാൽ ദൈവം നിന്നെ സൗഖ്യമാക്കും, ഉറപ്പാണ്. വിശ്വസിക്കാൻ ഇന്ന് രാത്രി നിനക്ക് അവസരം കിട്ടിയാൽ ഇന്ന് രാത്രി കർത്താവ് നിന്നെ സൗഖ്യമാക്കും. വിശ്വസിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി പ്രാർത്ഥിച്ചോ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ക്ഷയമെടുത്ത് പ്രാർത്ഥിക്കുക. അപ്പോൾ തന്നെ തലമുറയുമായി ബന്ധപ്പെട്ട് പരിശുദ്ധാത്മാവിനോട് ഇങ്ങനെ പറയാൻ പറയുന്നു. പഠിത്തം കഴിഞ്ഞു, പക്ഷെ ഭാവിക്കകത്തേക്ക് ഒരു സ്റ്റെപ്പ് പോലും എടുത്തു വെക്കാൻ കഴിയാതെ കയറിയ വിദ്യാഭ്യാസത്തെ പോലും പാതി വഴിയിൽ ഇങ്ങനെ ഉടച്ചു കളയുമെന്ന് പറഞ്ഞ് വാദിച്ചു നിന്ന ചില മേഖലകൾ പഠിച്ചു, പക്ഷെ ഒരു ജോലിക്കകത്ത് ഉറയ്ക്കാൻ കഴിയില്ല. കർത്താവിനോട് പറയുന്നു, മമ്മി പേടിക്കണ്ട, നിന്റെ കണ്ണുനീരുകൾക്ക് മറുപടി ഉണ്ടാകും. ഈ പരസ്യ സ്ഥലത്തിൽ ഇന്ന് രാത്രി ദൈവം പ്രവചിച്ചു ദൂത് പറയുകയാണ്. ആ കൊച്ചിന്റെ ഭാവി ഉറയ്ക്കും, പക്ഷെ ആ കൊച്ചൊന്ന് ആത്മീയത്തിൽ കുറച്ചുകൂടെ കയറി വരാൻ നീ പ്രാർത്ഥിക്ക്. ദൈവത്തെ കണ്ടെത്താനുള്ളൊരു ഭാഗ്യത്തിന് വേണ്ടി ഇന്ന് രാത്രി നീ പ്രാർത്ഥിക്ക്. ഒരു സൗഖ്യം ഇന്ന് രാത്രി ദൈവം തരികയാണ്. കാലിൻ്റെ കാൽപാദം നടക്കുമ്പോൾ ആമേൻ നടത്തത്തിൻ്റെ ആക്കം കുറച്ചു കളയുന്നത് പോലെ കാൽപാദത്തിനകത്ത്, അത് ഈ മുടന്നൊന്നും പറയാൻ പറ്റത്തില്ല, മുടന്ന് മുട്ടുമുതൽ താഴേക്കുള്ളതാണ്. എന്നാൽ കാൽപാദത്തിനകത്ത് ഇടറിച്ചു കളയുന്നത്, നടക്കുമ്പോൾ അതിൻ്റെ ആക്കം കുറച്ചു കളയുന്നത് പോലെയുള്ള ചില സ്വാധീനങ്ങൾ നിന്റെ ശരീരത്തിനകത്ത് നീ ബലഹീനതകളെല്ലാം ഇന്ന് രാത്രി എടുത്തു കളയാൻ എൻ്റെ കർത്താവിൻ്റെ കരം ഇന്ന് രാത്രി ഇതിനകത്ത് ചലിക്കുക. പ്രാർത്ഥിച്ചോ. യേശുവിൻ്റെ നാമത്തിൽ എനിക്കൊന്നൊരു 5-6 സൈനുകൾ കർത്താവ് ഒരുമിച്ചങ്ങ് പറഞ്ഞു. ആ സൈനുകൾ ഉള്ളവരൊക്കെ ഇന്ന് രാത്രി പ്രാർത്ഥിച്ചേ. യേശുവിൻ്റെ കരം ഇന്ന് രാത്രി നിന്റെ ശിരസിനകത്തേക്ക് വ്യാപരിക്കുകയും
ഒരു അസാധാരണമായ സൗഖ്യം യേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രായമുള്ള പിതാക്കന്മാരുടെ മേൽ, ആ നടുഭാഗത്തിരിക്കുന്ന ഞങ്ങളുടെ ആന്റിമാരുടെ മേൽ യേശുവിന്റെ കരത്തിന്റെ മഹത്വം ഇന്ന് രാത്രിയിൽ ഇറങ്ങി വരുന്നത് ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ വിശ്വസിക്കുന്നുണ്ട്. രക്തത്തിന്റെ ശക്തി ഇന്ന് രാത്രി ചലിക്കട്ടെ. ഒരു ദൈവ സാന്നിധ്യം ഇന്ന് രാത്രി പരസ്യ സ്ഥലത്തിനകത്ത് ഇറങ്ങി വരട്ടെ. ഒരു മഹത്വം ഇന്ന് രാത്രി ശബ്ദത്തെ ഇടർച്ചു കളയുന്നതെല്ലാം ഇന്ന് രാത്രി ശാസിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. ആ തുടയുടെ ഭാഗത്ത് ഉണങ്ങാതെ കിടക്കുന്ന മുറിവുകൾ, ആ കാൽപാദത്തെ, വാക്കത്തെ, നടത്തത്തിന്റെ ആക്കത്തെ കുറിച്ചു കളയുന്ന, വേഗതകളെ കുറിച്ചു കളയുന്ന സ്പിരിറ്റ് യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി സ്വർഗ്ഗം ശാസിക്കട്ടെ. ദൈവത്തെ അറിയുന്ന ഒരുത്തൻ രോഗത്തിനകത്ത് കിടക്കുകയിൽ ആവർത്തിച്ച് ഇന്ന് രാത്രി ഞാൻ പറയും യേശുവിന്റെ നാമത്തിൽ. Oh Jesus, the Holy Spirit, 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 the Holy Spirit. ഈ രോഗത്തിന്റെ സൈനികളുള്ള പ്രിയപ്പെട്ടവർ ആ കരങ്ങളൊന്ന് സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് ഇന്ന് രാത്രി ഞാൻ പ്രാർത്ഥിക്കാൻ പോവുക. ഈ രോഗത്തിന്റെ സൈനികളുള്ളവരുടെ കരമാണ് ഈ ഉയർന്നിരിക്കുന്നത്. നന്നായിട്ട് അങ്ങനെയുള്ളവർ മാത്രം ആ കരമൊന്ന് ഉയർത്തിപ്പിടിച്ച്. ഇത്രയും പ്രിയപ്പെട്ടവർ ഈ അസ്വസ്ഥത അനുഭവിക്കുന്നവരാണോ? പ്ലീസ് ഒന്ന് ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്ന് ലാസ്റ്റ് 1 minute പ്രയർ. കരം ഉയർത്തിയവരും ഉയർത്താത്തവരും എല്ലാം ദൈവസന്നിധിയിൽ ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിന്നേ. ഒരുമിച്ച് ഇന്ന് രാത്രി നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുക. യേശുവിന്റെ നാമത്തിനകത്ത് കരം ഉയർത്തിയവരെ നോക്കി ഞാൻ വിശേഷാൽ പറയുന്നു, കർത്താവ് ഇന്ന് രാത്രി നിങ്ങളെ സൗഖ്യമാക്കുവാൻ പോകുകയാണ്. കർത്താവ് ഇന്ന് രാത്രി നിങ്ങളെ സൗഖ്യമാക്കാൻ പോകുകയാണ്. യേശു ഇന്ന് രാത്രി നിങ്ങളെ വിടുവിക്കാൻ പോകുകയാണ്. യേശു ഇന്ന് രാത്രി നിങ്ങളെ രക്ഷിക്കാൻ പോകുകയാണ്. കരമുയർത്തിയവരെല്ലാം ശക്തിയോടൊന്ന് പ്രാർത്ഥിച്ചോ. നിങ്ങളുടെ രോഗങ്ങൾ ഇനി ഓരോന്ന് എടുത്തു വയ്ക്കാനുള്ള സമയങ്ങൾ നമ്മുടെ നടുവിലില്ല. അതുകൊണ്ട് ഈ പരസ്യ സ്ഥലത്ത് മൊത്തത്തിൽ പ്രാർത്ഥിച്ചോ. സ്വർഗം ഇന്ന് രാത്രി നമുക്ക് വേണ്ടി തുറന്നിരിക്കുകയാണ്. ഇന്ന് രാത്രി ഞാൻ വെറുതെ വാക്കുകൾ കൊണ്ട് പറയല്ല, കർത്താവിനോട് അങ്ങനെ തന്നെ പറയുന്നു, അല്ലെങ്കിൽ ആത്മാവിൽ ഞാൻ അങ്ങനെ തന്നെ വർഷിക്കുന്നു. സ്വർഗം ഇന്ന് രാത്രി നിനക്ക് വേണ്ടി തുറന്നിരിക്കുകയാണ്. ഒഴുകിയിറങ്ങുന്ന സാന്നിധ്യം ഇന്ന് രാത്രി നിന്റെ ശരീരങ്ങളെ ശക്തീകരിക്കുകയാണ്. ബുദ്ധി വിഷയത്തിൽ ബ്രെയിനുമായി ബന്ധപ്പെട്ട് പ്രാർത്ഥിക്കുന്ന കുഞ്ഞുങ്ങൾ ഇന്ന് രാത്രിയിൽ, മക്കളെ, നിങ്ങളുടെ ബുദ്ധിയെ പരിശുദ്ധി ആത്മാവ് ഇന്ന് രാത്രി തുറക്കുകയാണ്. അസാധാരണമായ ഒരു വിടുതൽ ഇന്ന് രാത്രി നിന്റെ ബുദ്ധിക്കകത്ത് യേശുവിന്റെ നാമത്തിൽ. എന്റെ കൊച്ചത്ര പഠിച്ചിട്ട് രക്ഷപ്പെടുന്നില്ല, ട്യൂഷൻ കൊടുത്തു, സ്പെഷ്യൽ ട്യൂഷൻ കൊടുത്തു, പക്ഷെ രക്ഷപ്പെടത്തില്ലെന്ന് പറയുന്ന നിന്റെ കൊച്ചിന്റെ ബുദ്ധിയെ ഇന്ന് രാത്രി എന്റെ കർത്താവ് കയറി പിടിച്ചിട്ട് ഒരു അസാധാരണമായ വിടുതൽ ആ കൊച്ചിന്റെ ബ്രെയിനകത്ത് യേശുവിന്റെ നാമത്തില്. ആ കണ്ണുകൾ അടച്ച് സൗഖ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, പാസ്റ്റർ ഇന്ന് രാത്രി എനിക്ക് പരസ്യമായിട്ട് ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ മാത്രം ആ കരം ഒന്ന് ഉയർത്തി കാണിച്ച്, പരസ്യമായിട്ട് ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ തലയ്ക്ക് മുകളിൽ ആ കരം നന്നായിട്ടൊന്ന് ഉയർത്തിപ്പിടിച്ചാട്ടെ. നിങ്ങൾ മാത്രം ഒരു 10-30 സെക്കൻഡ് മുമ്പിലോട്ടൊന്ന് വരാമോ? നിങ്ങൾ മാത്രം 10-30 സെക്കൻഡുകൾ, അതൊരു നിയോഗമാണ്. ആ കരം ഉയർത്തിയവരെല്ലാം പ്ലീസ് കം ഫോർവേഡ്. നിങ്ങൾക്ക് വേണ്ടി ഇന്ന് രാത്രി നിങ്ങളുടെ കണ്ണുകൾ നോക്കി പ്രാർത്ഥിക്കാൻ ലോർഡ് ദ ഹോളി സ്പിരിറ്റ്. ഇനിയും നിൽക്കുന്ന സ്ഥലത്താ നിൽക്കണ്ട. ആമേൻ. അങ്ങനെയുള്ളവർ എന്തോ ഒരു വിടുതൽ ഇന്ന് രാത്രി അവസാന സെക്കൻഡുകൾ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. എന്തോ ഒരു വിടുതൽ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. ആ നീല ഡ്രസ് ഇട്ട ആൻറ്റി, ചുരിദാർ ഇട്ട ആൻറ്റി, മമ്മി കണ്ണു തുറന്നു നോക്ക്. കർത്താവിനോട് പറയുന്നു, ഒത്തിരി ശ്രമിച്ചു. മനുഷ്യന്മാർ ഇടനിലക്കാരായി നിന്നു, പക്ഷെ ഒന്നും നടന്നില്ല. മാനുഷികമായി ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യുന്നുണ്ട്. പുറമിൽ നോക്കിയാൽ ഒന്നിനും കുറവില്ലാത്തൊരു വീട്, പക്ഷേ അകത്തളങ്ങൾ രൂക്ഷമായി കിടക്കുന്ന വിഷയങ്ങൾ 1, 2, 3 അല്ല. കർത്താവിനോട് പറയുന്നു, വിശ്വസിക്കാമെങ്കിൽ സകലത്തിനും പരിഹാരകനായ യേശു ഇന്ന് രാത്രി നിന്റെ കൂടാരത്തിനകത്തേക്ക് ഇറങ്ങി വരിക. എന്തോ ഒരു വിടുതൽ ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ കൂടാരത്തിൽ. മമ്മി, നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, നിങ്ങളുടെ വീട്ടിനകത്തുള്ള ചിലർക്ക് വേണ്ടി എൻ്റെ കർത്താവിൻ്റെ കരം ഇന്ന് രാത്രി ചലിക്കാൻ പോകുന്നു എന്ന് പരിശുദ്ധ ആത്മാവ് ഇന്ന് രാത്രി ദൂത് കൈമാറ്റം ചെയ്യുക. ഒരുമിച്ച് ഇന്ന് രാത്രി പ്രാർത്ഥിച്ചു. ആമേൻ. കർത്താവിൻ്റെ ദാസന്മാർ ചില വരികൾ ഒന്ന് പാടുമ്പോൾ, ആമേൻ, ഞാൻ നിങ്ങളുടെ ശിരസിനകത്ത് കരം വെച്ച് ഒരുമിച്ച് നമ്മൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ച് സെക്ഷൻ വൈൻഡ് അപ്പ് ചെയ്യും. അപ്പോൾ തന്നെ നിൽക്കുന്ന സഹോദരങ്ങൾ എല്ലാവരും കണ്ണുകൾ നടച്ചാട്ട മാറത്തേക്ക് കരം ഒന്ന് ചേർത്ത് പിടിച്ച്, എല്ലാവരും ആ കരങ്ങൾ മാറത്തേക്ക് ഒന്ന് ചേർത്ത് പിടിച്ചൊരു സുവിശേഷകൻ എന്ന രീതിയിൽ എൻ്റെ അവസാനത്തെ ചോദ്യങ്ങളിൽ ഒരു ചോദ്യം. ആമേൻ. പ്രിയരെ, നിങ്ങൾ യേശുവിനെ സ്നേഹിക്കുന്നോ? ദൈവത്തെ ഇന്ന് രാത്രി നിങ്ങൾ അന്വേഷിക്കുന്നോ? കർത്താവിനെ അന്വേഷിച്ചാൽ നിനക്ക് അവനെ സ്നേഹിക്കുന്നുണ്ടോ? നിനക്ക് വേണ്ടി ഇങ്ങനെ ഉപദ്രവമേറ്റ കർത്താവിനെ, കഷ്ടം അനുഭവിച്ച കർത്താവിനെ ആ കരം മാറത്തേക്ക് ചേർത്ത് പിടിക്കുമ്പോൾ എൻ്റെ ചോദ്യം, നീ യേശുവിനെ സ്നേഹിക്കുന്നോ? ചങ്ങിന്റെ ഇടിപ്പിൽ നിന്നും യെസ് പാസ്റ്റർ, ഐ ലവ് യു ജീസസ്, ഞാൻ യേശുവിനെ സ്നേഹിക്കുന്നു എന്നൊരു മറുപടിയാണ് നിങ്ങളുടെ ചങ്ങിന്റെ അകത്തുനിന്ന് പുറത്തേക്ക് വന്നെങ്കിൽ എൻ്റെ അവസാനത്തെ അവന്റെ കൽപ്പനകളെ അനുസരിക്കണം. ഇങ്ങനെ നിനക്ക് വേണ്ടി ഉപദ്രവമേറ്റ കഷ്ടം അനുഭവിച്ച കർത്താവിന്റെ കൽപ്പന എന്താണ് പാസ്റ്റർ? നിന്റെ വാ കൊണ്ട് നീ യേശുവിനെ ഏറ്റു പറയണം.
ഹൃദയത്തിനകത്ത് യേശുവിനെ വിശ്വസിക്കണം. എസ്പെഷ്യലി മുമ്പിൽ വന്നവരോടും ആ പുറകിൽ നിൽക്കുന്ന നടുഭാഗത്തൊക്കെ നിൽക്കുന്നവരോട് ഞാൻ ചോദിക്കാം, പാസ്റ്റർ ഇതുവരെ ഞാൻ വാഗൊണ്ട് യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചിട്ടില്ല, ആകെ ഇന്ന് രാത്രി ഞാനത് ആഗ്രഹിക്കുന്നു എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി പ്രാർത്ഥിച്ചോ. ഇതുവരെയും വാഗൊണ്ട് യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? അവരൊന്ന് കരമൊന്ന് ഉയർത്തി കാണിക്കാമോ? ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വാഗൊണ്ട് യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കാത്ത ആരെങ്കിലും, വീണ്ടും ജനനം പ്രാപിക്കാത്തവർ ഈ പരസ്യ സ്ഥലത്തിനകത്തുണ്ടോ? ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കല്ല, നിങ്ങൾ രക്ഷിക്കുക. എസ്പെഷ്യലി ഇതിനകത്ത് നിൽക്കുന്ന കുഞ്ഞുങ്ങൾ, മാറത്തേക്ക് കരം ചേർത്ത് പിടിക്കുന്ന കുഞ്ഞുങ്ങൾ, സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങൾ, നിങ്ങളോടൊക്കെ അച്ഛൻ ചോദിക്കുക, മക്കളെ ഞാൻ രക്ഷിക്കപ്പെട്ട ഒരാളാണ് പാസ്റ്ററുകൾ, പക്ഷേ ഇതുവരെയും എനിക്ക് സ്നാനപ്പെടാൻ പറ്റിയിട്ടില്ല, എനിക്ക് വെള്ളത്തിലിറങ്ങി അവൻ്റെ കൽപ്പന സ്വീകരിക്കണം, എനിക്ക് ദൈവത്തെ അന്വേഷിക്കണം, എനിക്ക് എൻ്റെ ദൈവം ഇരിക്കുന്നത് എവിടാണെന്ന് അറിയണം, അതുകൊണ്ട് എനിക്ക് വെള്ളത്തിലിറങ്ങി ബാപ്റ്റിസം എടുക്കണം, എനിക്ക് സ്നാനപ്പെടണം എന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ മക്കളെ നിങ്ങൾ ആ കരമൊന്ന് ഉയർത്തിപ്പിടിച്ചോ. നിങ്ങൾക്ക് വേണ്ടി ഇന്ന് രാത്രി പ്രാർത്ഥിക്കാൻ പോവുക. ഈ പരസ്യ സ്ഥലത്തിനകത്ത് ലജ്ജയില്ല, എനിക്ക് അഭിമാനത്തോടെ എനിക്ക് എൻ്റെ യേശുവിനെ വെള്ളത്തിൽ ഇറങ്ങി ഒന്ന് സ്നാനപ്പെടണം, എന്താണെന്നൊന്നും അറിയത്തില്ല, പക്ഷെ എനിക്ക് ബാപ്റ്റിസം എടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ആമേനുണ്ടെങ്കിൽ, സ്നാനപ്പെടാത്തവർ അങ്ങനെയുള്ളവർ ആ കരങ്ങൾ ഇന്ന് രാത്രി ഉയർത്തിപ്പിടിക്കാമെങ്കിൽ ഇന്ന് രാത്രി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രി ഞങ്ങൾ ജയമെടുക്കാൻ റിപ്പീറ്റ്. ഞാൻ ഇന്ന് രാത്രി ആവർത്തിച്ച് കർത്താവിനോട് പറയുന്നു, ഇതിനകത്ത് അങ്ങനെയുള്ളവർ ഉണ്ട്. ഈ പരസ്യ സ്ഥലത്തിനകത്ത് ഇത്രയും പ്രിയപ്പെട്ടവർ ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ അഭിമാനത്തോടെ കരമുയർത്തുന്നത് നിങ്ങളുടെ ജീവിതത്തിനകത്തൊരു മഹാസന്തോഷമാകട്ടോ. എനിക്ക് വെള്ളത്തിലിറങ്ങി അവനെ സാക്ഷീകരിക്കണം, എനിക്ക് എൻ്റെ യേശുവിനെ ഇന്ന് രാത്രി ഒന്ന് അറിയണം. കർത്താവ് ഇന്ന് രാത്രി സ്വർഗം തുറന്നിട്ട് നിന്റെ കാതിനോട് ചോദിക്കുക, പറ ഇന്ന് രാത്രി നീ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ എൻ്റെ കൽപ്പനകളെ ഇന്ന് രാത്രി നീ അനുസരിക്കണം. ആകയാൽ എനിക്ക് യേശുവിനെ സാക്ഷീകരിക്കണം, വെള്ളത്തിലിറങ്ങി എനിക്ക് അവനെ സ്നാനപ്പെടണം എന്നാഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഇന്ന് രാത്രി കരമുയർത്തി പ്രാർത്ഥിച്ചോ. ലോർഡ് ഹോളി സ്പിരിറ്റ്, ദൈവദാസന്മാരെ പാട്ടിന്റെ 1-2 വരികൾ ചേർന്നൊന്ന് പാടി ശാന്തമായിട്ട് നമ്മുടെ ദൈവത്തെ നമുക്കൊന്ന് മഹത്വപ്പെടുത്താമല്ലോ.